ഒരിക്കൽ കൂടെ ശക്തിയോടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ശക്തിയില്ല എങ്കിൽ നമുക്ക് അനുദിനം മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. ദൈവിക ശക്തിയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതികൂലങ്ങൾ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മുടെ മാനുഷിക ശക്തി കൊണ്ട് അതിനെ നേരിടുവാനോ അതിനെ തരണം ചെയ്യുവാനോ നമുക്ക് സാധ്യമല്ല. ദൈവശക്തി നാം എത്രമാത്രം പ്രാപിച്ചെടുക്കുമോ അത്രമാത്രം നമുക്ക് വിജയത്തോടെ ജയത്തോടെ ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ സാധിക്കും. ആകയാൽ ഈ രാത്രിയും ആ ദൈവശക്തി ആർജിച്ചെടുപ്പാൻ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചനം നാം പഠിക്കുമ്പോൾ കാണുന്നു, നമ്മുടെ ഉപവാസം മനുഷ്യർക്കല്ല വിളങ്ങേണ്ടത്, സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ അത്രേ അത് പ്രസാദകരമായി തീരേണ്ടത്. നാം ഉപവസിക്കുന്നത് മനുഷ്യരുടെ മുൻപാകെ അല്ല, ദൈവത്തിൻ്റെ മുൻപാകെയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉപവാസത്തിന്മേൽ ദൈവമാണ് പ്രസാദിക്കേണ്ടത്. ദൈവം പ്രസാദിക്കണമെങ്കിൽ നാം വളരെ ഒരുക്കത്തോടെ, സമർപ്പണത്തോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, ആരാധനയോടെ ദൈവസന്നിധിയിലായിരുന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മിൽ പ്രസാദിക്കുകയും ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക്കുവാനും ദൈവികമായ അനുഗ്രഹങ്ങളെ അനുഭവിപ്പാനും സാധിക്കുകയുള്ളൂ. സ്തോത്രം. ആകയാൽ ഈ ദിവസങ്ങളിൽ വളരെ ഒരുക്കത്തോടെ ഈ രാത്രി നമുക്ക് ദൈവസ്ഥലായിരിക്കാം. ഈ പകൽക്കാലവും കർത്താവിന് വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അസ്രിയ ജോസഫ് നമ്മുടെ ദൈവജനത്തോടെ ആഴമേറിയ ദൈവിക ചിന്തകൾ പങ്കുവയ്ക്കുവാൻ സ്വർഗം സഹായിച്ചു. സ്തോത്രം. ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും വളരെ പരിചിതനായ ഒരു കർത്തൃദാസനാണ്. വേദാധ്യാപകനാണ്, സുവിശേഷകൻ, പ്രാസംഗികൻ, എഴുത്തുകാരൻ തുടങ്ങിയുള്ള എല്ലാ മേഖലയിലും കർത്താവ് ശക്തിയോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്തൃഭൃത്യനാണ്. ഈ രാത്രിയും തൻ്റെ ദാസനിലൂടെ നമ്മോട് ദൈവം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാം എത്രമാത്രം പ്രാർത്ഥിക്കുമോ അത്രമാത്രം കർത്താവ് നമ്മോട് സംസാരിപ്പാനിടയായി തീരും. ആകയാൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള സമയം കർത്തൃദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹമായ ദിവസത്തിൽ പകൽക്കാലം നിങ്ങളോട് കൂടെ ആയിരുന്നു. ഈ രാത്രി സമയവും ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഭാഗ്യ പദവിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളം മുഖങ്ങൾ എനിക്ക് പരിചയമുണ്ട്, എങ്കിലും എല്ലാവരെയും പരിചയമില്ല. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ, ഈ സെൻറ്ററിൻ്റെ ചുമതലയുള്ള മറ്റ് ദൈവദാസന്മാർ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്യം നമുക്ക് ചിന്തയ്ക്ക് വിഷയീഭവിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. 2 കൊരിന്ത്യർ 1:20. വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ. എന്നാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് നാം ഓരോരുത്തരും അതിന് ആമേൻ പറയണം. വെറും ആമേൻ പറയുക എന്ന അർത്ഥമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിനു മഹത്വം ഉണ്ടാകുമാറ് നാം ആമേൻ പറയണം. ദൈവം തൻ്റെ ജനതയ്ക്കു വേണ്ടി സമർപ്പിച്ചിട്ടുള്ള വെച്ചിട്ടുള്ള ഈ വാഗ്ദത്തങ്ങൾ ഓരോന്നും പ്രാപിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണം. അതാണ് ആമേൻ പറയുക എന്ന് പറഞ്ഞാൽ. വെറും ഓക്കലായ അല്ലെങ്കിൽ വെറും ഒരു എക്സ്റ്റംപോർ ആയിരിക്കുന്ന ഒരു അർത്ഥമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം വച്ചേക്കുന്ന വാഗ്ദത്തങ്ങൾ അത് പ്രാപിക്കുവാൻ പ്രാപ്തരായി തൻ്റെ മക്കൾ അത് പ്രാപിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം അങ്ങനെ ആമേൻ പറയുന്നവരായിരിക്കണമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഒരു 3 സെക്ഷനായിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ വാഗ്ദത്തങ്ങളുടെ നേച്ചർ,
എങ്ങനെ നമുക്ക് ഈ വാഗ്ദത്തങ്ങൾ, ഹൗ ടു ഒബ്റ്റെയിൻ ഓൾ ദീസ് പ്രോമിസസ്, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് എങ്ങനെ പ്രാപിച്ചെടുക്കുവാൻ കഴിയും? സ്തോത്രം. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ചില പെക്യൂലിയാരിറ്റി, ഈ 3 കാര്യങ്ങൾ ഈ രാത്രികാലം ക്രിസ്തു സമയത്തിനുള്ളിൽ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ പ്രത്യേകത ഇവിടെ നാം വായിച്ച് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. എത്രയുണ്ടെങ്കിലും അതിനർത്ഥം 1 2 ആയിരിക്കത്തില്ല. ദൈവ പണ്ഡിതന്മാർ പറയുന്നത് 3000-ലധികം വാഗ്ദത്തങ്ങൾ ദൈവജനത്തിന് വെച്ചേക്കുകയാണ്. ചിലർ പറയുന്നത് കൃത്യമായിട്ട് പറയുക, ക്ലിപ്തപ്പെടുത്തി പറയുക, 3127 വാഗ്ദത്തങ്ങൾ ദൈവം തമ്പുരാൻ തൻ്റെ ജനത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ട്രാജിക്കായിരിക്കുന്ന ദുരന്തമായ ഒരു വസ്തുത എന്തെന്ന് ചോദിച്ചാൽ, അവസാനത്തെ ആ 3 ഡിജിറ്റ്സ്, എന്തിനേറെ അവസാനത്തെ ആ 2 ഡിജിറ്റ്സ് പോലും ഒരു മനുഷ്യായുസിൽ മനുഷ്യൻ പ്രാപിക്കുന്നില്ല. 3000 വേണ്ട, 127 അതും വേണ്ട, ഒരു 27 വാഗ്ദത്തെങ്കിലും കൃത്യമായിട്ട് പ്രാപിച്ച് ഈ ലോകത്തിൽ നിന്ന് മനുഷ്യൻ കടന്നു പോയിരുന്നുവെങ്കിൽ അതുപോലും പ്രാപിക്കുവാൻ കഴിയാതെ മനുഷ്യൻ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എല്ലാ വാഗ്ദത്തങ്ങളും ദൈവം പറയുന്നു, ഐ ആം വില്ലിംഗ് ടു ഗീവ്, ഞാൻ തരുവാൻ തയ്യാറാണ്, പക്ഷെ പ്രാപിക്കുവാൻ നീ ഒരുക്കമായിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ഒരു പ്രത്യേകത അത് എനോർമസ്, അത് അനവധിയായ ധാരാളം വാഗ്ദത്തങ്ങൾ ദൈവം തമ്പുരാൻ തൻ്റെ ജനത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അതൊക്കെ ഓരോ ദിവസവും നാം എണ്ണി പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. രണ്ടാമതായി ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ വാഗ്ദത്തങ്ങളെല്ലാം വളരെ വിലയേറിയതാണ്. അർത്ഥമില്ലാത്തതോ വില കുറഞ്ഞതോ ആയ ഒരു വാഗ്ദത്തവും ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി വെച്ചിട്ടില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം അമൂല്യമാണ്. ഒന്ന് വായിച്ചാട്ടെ, പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം വായിക്കും. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നു ഇങ്ങനെയാണ്: അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിലയേറിയ, സോ പ്രീഷ്യസ്, വളരെ വിലയേറിയത്, അമൂല്യമായത്, മൂല്യം നിർണയിക്കുവാൻ കഴിയാത്തതാണ് ദൈവത്തിൻ്റെ ഓരോ വാഗ്ദത്തങ്ങളും. സ്തോത്രം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അനവധിയുണ്ട്. ആ വാഗ്ദത്തങ്ങൾ എല്ലാം അമൂല്യമായിട്ടുള്ളതാണ്, വിലയേറിയതായിട്ടാണ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. ഈ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാനാ ദൈവം ശക്തി തന്നേക്കുന്നത്. കേട്ടോ, ഇവിടെ ശക്തിയെക്കുറിച്ച് ദൈവദാസൻ പറഞ്ഞു. ദൈവത്തിൻ്റെ ശക്തി അതൊരു വലിയ പഠന വിഷയമാണ്. സ്തോത്രം. ഈ കഴിയുന്നവരെല്ലാം കൂത്തിയിരുന്ന് ദൈവശക്തി പ്രാപിക്കണം. ദൈവശക്തി പ്രാപിച്ചാൽ കാര്യം ജയിച്ചു. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ജീവിതം പ്രാപിക്കുവാനും പെർഫെക്റ്റ് ആയുള്ള ശുശ്രൂഷ ചെയ്യുവാനും ജീവിതങ്ങളെ നേടുവാൻ കഴിയുന്നത് ദൈവശക്തി കൊണ്ട് മാത്രമേ ഉള്ളൂ. അവൻ്റെ ദിവ്യശക്തി, ദൈവശക്തി പ്രാപിച്ചാലുള്ള പ്രത്യേകത ഞാൻ പെട്ടെന്നൊന്ന് പറയാം. അത് നമ്മുടെ വിഷയമല്ല, എങ്കിലും ദേവദാസൻ മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ പറയാം. ഈ ദൈവശക്തിയുടെ പ്രത്യേകത, ദൈവശക്തി പ്രാപിച്ചാൽ ജീവനും ഭക്തിക്ക് വേണ്ടി ഇതൊക്കെ ആ ശക്തി തന്നോളും. ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ്, ജീവിക്കാനും ഭക്തിക്കും വേണ്ടിയുള്ള സകല കാര്യങ്ങളും ആ ശക്തി നോക്കിക്കൊള്ളും. ഒന്ന് വായിച്ചാട്ടെ, 2 പത്രോസ് 1:3 തന്നെ ഒന്ന് പെട്ടെന്ന് വായിക്കാം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടി ഒക്കെയും ദാനം ചെയ്യുന്നു. മതി. അപ്പം നോക്കിയേ, ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രത്യേകത ഈ വാഗ്ദത്തങ്ങളെല്ലാം പ്രാപിച്ച് അനുഗ്രഹമായി ജീവിക്കുവാനാണ് ദൈവം തമ്പുരാൻ ശക്തി നൽകുന്നത്. അത് ജീവിതത്തിനും ലൈഫിനും ഗോഡ്ലിനെസ്സിനും ആത്മീയമായ വളർച്ചയ്ക്കെല്ലാം മെയിൻ അല്ലെങ്കിൽ പ്രധാന കാരണമെന്ന് പറയുന്നത് ദൈവശക്തിയാണ്. സൗരം.
അപ്പോൾ ജീവിക്കാൻ വഴിയില്ല എങ്കിൽ സ്വതന്ത്രം ദൈവശക്തി പ്രാപിച്ചാൽ മതി. 10 പേർക്ക് ട്രാക്ട് കൊടുത്താലും ഗുണം പിടിക്കും കേട്ടോ. സ്വതന്ത്രം ചിലർക്ക് ഒരു കൂലിയും തൊഴിലുമില്ല, ജീവിക്കാൻ വളരെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ വളരെ ബത്തപ്പാട് വിടുമ്പോൾ ഞാനൊരു വളഞ്ഞ വഴിയല്ല, നേരായ വഴി, പക്ഷേ വളരെ പെട്ടെന്ന് അനുഗ്രഹം പ്രാപിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ദൈവശക്തി പ്രാപിക്കുക, കൂത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ദൈവശക്തി പ്രാപിക്കുക, സുവിശേഷ വേല അല്ലെങ്കിൽ 10 ട്രാക്റ്റും കൊടുക്കുക. ദേവദാസ അതിനൊക്കെ വചനങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാം. 1 കൊരിന്ത്യർ 9:16 നിങ്ങൾ നോക്കിയേ. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ മനഃപൂർവ്വം നടത്തിയാൽ എനിക്ക് പ്രതിഫലമുണ്ട്. കണ്ടോ, ഡെലിബറേറ്റായി ഞാൻ മനഃപൂർവ്വമായി സുവിശേഷം നടത്തിയാൽ പ്രതിഫലം ഉണ്ട് എന്ന് വേദോസം പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ചാൽ നമ്മുടെ ലൈഫിനും ഗോഡ്ലിനെസ്സിനും വേണ്ടിയുള്ളത് ആ ശക്തി നൽകുന്നത് പോലെ നമ്മെ സുവിശേഷം മനഃപൂർവ്വം നടത്തിയാൽ പ്രതിഫലം ഉണ്ട്. ഒരു മനുഷ്യൻ്റെ അടുക്കലും ഭിക്ഷയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, നമ്മെ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. സുവിശേഷം മനഃപൂർവ്വമായി നടത്തണം. ഒരു കാൽക്കുലേഷനിലൂടെ 10 പേരുടെ ഡെയിലി സുവിശേഷം പറയും, അല്ലെങ്കിൽ 10 ട്രാക്ട് കൊടുക്കും, ഏതെങ്കിലും കുന്നിൻ്റെ മേളിൽ കയറി ഒരു മെഗാഫോൺ വെച്ച് അതൊക്കെ പ്രതിഫലം കിട്ടും കേട്ടോ. സ്തോത്രം. അപ്പോൾ ദൈവശക്തിയുടെ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് ഒരു കാര്യം പറഞ്ഞു, ഒന്ന് ദൈവശക്തി ഉണ്ടെങ്കിൽ ജീവിക്കാനും ഭക്തിക്കും വേണ്ടിയുള്ളതെല്ലാം ഇത് ദാനം ചെയ്യും. ഇനി ഈ ദൈവശക്തി ഉണ്ടെങ്കിൽ അത് ലോകമെങ്ങും നമ്മെ സാക്ഷിയാക്കും. അപ്പോസ്തല പ്രവൃത്തി 1:8 വായിക്കുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് ഒരു വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടി ആ പരിശുദ്ധാത്മാവ് നൽകുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അടുത്ത് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേം, യഹൂദ്യ, ശമരിയ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ദൈവശക്തി ഉണ്ടെങ്കിൽ നോക്കി, അതിനു പരിശുദ്ധാത്മാവും പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചാൽ അത് നിങ്ങളെ ഒരു സ്ഥലത്ത് ഉറപ്പിക്കുന്നതല്ല, നിങ്ങളെ പലയിടങ്ങളിൽ കൊണ്ടുപോയി കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ കാരണമായി തീരും. സ്തോത്രം. അതാർക്കും കഴിയും. അത് പഠനം വലിയ വിദ്യാഭ്യാസം വേണമെന്നില്ല. കുത്തിയിരുന്ന് ഞാൻ ഒരു ലൈറ്റായിട്ട് പറയുക, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക, നോക്കി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, ദൈവശക്തി പ്രാപിക്കുക. ആ ശക്തി ഗ്രാജുവലായിട്ട് നോക്കി നിന്നെ പലയിടങ്ങളിൽ കൊണ്ടുപോകും. അത് ശുശ്രൂഷയ്ക്കായിട്ടായിരിക്കും. അതുകൊണ്ടാണ് അവൻ്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്ക് വേണ്ടി ദാനം ചെയ്യുമ്പോൾ തന്നെ അത് ലോകമെങ്ങും നിന്നെ സാക്ഷിയാക്കും. ഈ ശക്തിയെക്കുറിച്ച് 2 ദിനവൃത്താന്തം 20:6 പറഞ്ഞേക്കുന്നതെന്ന് അറിയാമോ? അമ്മോന്യർ, മെയൂന്യർ, മോവാബ്യർ എന്ന് പറയുന്ന 3 കൂട്ടർ, യഹോശാഫാത്ത് എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ്റെ അദ്ദേഹത്തിന് ഉപവസിക്കാനേ അറിയത്തുള്ളൂ. വിഷയം വന്നാൽ ഉപവസിക്കുക. ഇത് മാത്രം കരഗതമായി കൈവശമുണ്ടായിരുന്ന യഹോശാഫാത്ത് എന്ന് പറയുന്ന മനുഷ്യൻ്റെ അടുക്കൽ അമ്മോന്യർ, മെയൂന്യർ, മോവാബ്യർ എന്ന് പറയുന്ന 3 കൂട്ടർ വരികയാണ്. ഇദ്ദേഹത്തിനൊന്നും, കർത്താവേ എനിക്ക് എന്ത് ചെയ്യേണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, ഉപവസിക്കണമെന്ന് മാത്രം അറിയാം. ഞാൻ ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉപവസിക്കുകയാണ്. അവിടെ നാം വായിക്കുന്നത്, സ്തോത്രം, അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ആർക്കും എതിർക്കുവാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും ദൈവമേ നിനക്കുണ്ടല്ലോ. ദൈവശക്തിയുടെ പ്രത്യേകത ആർക്കും എതിർക്കുവാൻ കഴിയാത്തതാണ് ദൈവശക്തി. അതുകൊണ്ടാണ് എക്സലൻസി ഓഫ് ഹിസ് പവർ, അവൻ്റെ ദിവ്യ ശക്തി എന്നൊക്കെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ എക്സൽ ചെയ്യുന്ന ഒരു ശക്തിയുമില്ല ഈ ലോകത്തിൽ. സ്തോത്രം, ഹല്ലേലൂയ. ആർക്കും എതിർക്കുവാൻ കഴിയാത്തതാണ് ദൈവശക്തിയായിട്ട് 2 ദിനവൃത്താന്തം 20:6 വായിക്കുന്നത്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നോക്കി ഈ 3 ശക്തികളെ നിരായുധരാക്കി അവരെല്ലാം ഓടിപ്പോകുവാൻ തക്കമിടയായി. അതെ, ദൈവശക്തി ഉണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ ശത്രുക്കൾക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. ഈ ദൈവശക്തിയുടെ പ്രത്യേകത എന്തെന്നറിയാമോ? എഫേസ്യർ 3:20 വായിക്കുന്നത്, അവിടെയാണ് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. ഈ ശക്തി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യാപരിച്ചാൽ നാം ചോദിക്കുന്നതിനേക്കാൾ, നാം നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ഒരു മനുഷ്യനോട്
അത്യാവശ്യം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരു 5000 രൂപ ചോദിച്ചാൽ അദ്ദേഹം ഒരു അല്പം ഉപേക്ഷ അല്ലെങ്കിൽ അല്പം പിന്നെ ഒരുപക്ഷെ അദ്ദേഹം പറയും, ഓ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഒരു 3000 തരാം അല്ലെങ്കിൽ 2000 തരാമെന്ന് പറയാം. സാധാരണ ചില ആൾക്കാർ, സാധാരണ കോമൺ ഫിനോമിനയാണ് ആണ് ഞാൻ പറയുന്നത്. ഒരു 5000 റുപ്പീസ് ഒരു അത്യാവശ്യത്തിന് ചോദിച്ചാൽ അദ്ദേഹത്തിന് തരുവാൻ മനസ്സില്ലാത്തത് കൊണ്ട് പിന്നെ ചോദിച്ചതല്ലേ എന്ന് വിചാരിച്ച് 3000 രൂപ തന്നേക്കും. എന്നാൽ ദൈവം തമ്പുരാൻ നീ 5000 ചോദിച്ചാൽ ചോദിക്കുന്നതിനേക്കാൾ, നനയ്ക്കുന്നതിനേക്കാൾ, നീ ചിന്തിക്കുന്നതിനേക്കാൾ തരുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം തമ്പുരാൻ. നമ്മുടെ എത്രയെത്ര ജീവിതത്തിൽ നാം ചിന്തിക്കാത്തതിൻ്റെ അപ്പുറമായി, ചിന്തയ്ക്ക് അതീതമായി ദൈവം തമ്പുരാൻ നടത്തിയിട്ടില്ലേ? അതെ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ, നമ്മിൽ ഒരു ശക്തി വ്യാപരിച്ചാൽ നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ആ ശക്തിയുടെ ഡ്യൂട്ടിയാണ് അത് നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഈ ശക്തിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഈ ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ, റൈസ് ഫ്രം ദ ഡെഡ്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ക്രിസ്തുവിനെ ഉയർപ്പിച്ചു. ആരക്ഷൻ സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ. ശക്തി പ്രാപിക്കണം, പരിശുദ്ധാത്മാവ് പ്രാപിക്കണം, ശക്തി പ്രാപിക്കണം. യേശു ക്രിസ്തുവിൽ ശക്തി വ്യാപരിച്ചപ്പോഴാണ് നോക്കിയേ സ്തോത്രം, മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർക്കുവാൻ ഗുണമിടയായത്. അതേ ശക്തി നമ്മിലും വ്യാപരിക്കണം. യേശു ക്രിസ്തുവിൽ നോക്കിയ ശക്തി വ്യാപരിച്ചപ്പോൾ, ലൂക്കോസ് 5:17-6-15 വായിക്കുമ്പോൾ അവിടെ ശക്തി പുറപ്പെട്ട് സൗഖ്യമായി. അപ്പോൾ മറ്റുള്ളവർ സൗഖ്യമാകണമെങ്കിൽ ശക്തി പുറപ്പെടണം. ശക്തിയാണ് സൗഖ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ഓക്കെ സ്തോത്രം, ഹല്ലേലൂയ. ഈ ദൈവശക്തി അമൂല്യമായ വാഗ്ദാനങ്ങളും നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്തോത്രം, അത് ജീവിക്കാനും ഭക്തിക്കും വേണ്ടി എല്ലാം ദാനം ചെയ്യുന്ന നമുക്ക് ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഈ ശക്തിയിൽ കൂടെയാണ് നമുക്ക് വരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ പ്രത്യേകത ഞാൻ ഒന്നുകൂടെ പറയാം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അനവധിയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത് വിലയേറിയതാണ്. ആർക്കും മൂല്യം നിർണ്ണയിക്കുവാൻ കഴിയാത്തതാണ് ദൈവം തമ്പുരാൻ്റെ വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത്. ഈ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ പക്ഷേ കുഞ്ഞു നടപടികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആർക്കെങ്കിലും ഈ ഗിഡിയോൺസ് ഇൻ്റർനാഷണലിൻ്റെ ന്യൂ ടെസ്റ്റമെൻ്റ് പല സ്കൂളുകളിൽ വിതരണം ചെയ്യുമ്പോൾ പലരും അതിൻ്റെ ബയൻഡ് കീറിയിട്ട്, ആ നീല ബയൻഡ് വലിച്ചു കീറിയിട്ട് പുസ്തകം കളയും. കാരണം എന്താ പറയുക, ഫ്രീ ഓഫ് കോസ്റ്റ്, അത് വിലയില്ലാതെ കൊടുക്കുന്നുണ്ട്. 1 രൂപ കൊടുത്ത് അവൻ മേടിച്ചിരുന്നു എങ്കിൽ ആ പുസ്തകം വലിച്ചു കീറത്തില്ലായിരുന്നു. ഇതേപോലെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ നമ്മെ കൊണ്ട് അങ്ങനെ ഈസി ആയിട്ടുള്ളൊരു കാര്യം, പക്ഷേ ഒരു കുഞ്ഞു നടപടി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. ഒരു കുഞ്ഞു കാര്യങ്ങൾ. ഉദാഹരണം പറഞ്ഞു തരാം. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം. വായ് വിസ്താരത്തിൽ തുറക്കാതിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടോ, നോക്കിയേ, നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം. ചിലരെല്ലാം അണുകുണ്ട് മുട്ടായി വിഴുങ്ങുന്നത് പോലുള്ള, അല്ലെങ്കിൽ എക്ലേഴ്സ് മുട്ടായി വിഴുങ്ങുന്ന രീതിയിലാണ് വായ് തുറക്കുന്നത്. സ്തോത്രം, കണ്ട സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ അണുകൊണ്ട് മുട്ടായി ഇല്ല കേട്ടോ, അല്ലെങ്കിൽ എക്ലയേഴ്സ് മുട്ടായി ഒന്നുമില്ല. ദൈവം തമ്പുരാൻ വലിയവനായതുകൊണ്ട് ബിഗ് ബ്ലാക്ക് കേക്ക്, അല്ലെങ്കിൽ ഭയങ്കര വില കൂടിയ നല്ല കേക്കുമായിട്ടൊക്കെ വരുന്നത്. പക്ഷെ ആ രീതിയിൽ തുറന്നു കൊടുക്കണം. അതുകൊണ്ട് വേദോസ് പറയുന്നത് നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം. കണ്ടോ, അത്രയേ ഉള്ളൂ. അതിന് ജാക്കിയൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അയ്യോ, എൻ്റെ ഒന്ന് വായി തുറക്കണമെങ്കിൽ എനിക്ക് ജാക്കി വേണമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഒന്ന് ശ്രമിച്ചാൽ മതി. നിന്റെ വായി വിസ്താരത്തിൽ തുറക്കുക. കണ്ടോ, ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കണം. കുഞ്ഞു കാര്യങ്ങൾ, നടപടികൾ സ്വീകരിച്ചാൽ മതി. വായൊന്ന് വിസ്താരത്തിൽ തുറന്നു കൊടുത്താൽ മതി. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം ഉപാധികളുടെ മേൽ വെച്ചേക്കുകയാണ്. Come unto me and I will answer thee. അപ്പോൾ എന്നെ വിളിച്ചപേക്ഷിക്കുക. എന്നെ കണ്ട് വിളിച്ചപേക്ഷിക്കാം. ദൈവം തരികയാണെങ്കിൽ തന്നോട്ടെ എന്ന് വിചാരിച്ചാൽ പറയാം. നീ വിളിക്കണം. Come to me, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. And show the great and mighty things which thou knowest. അപ്പോൾ നീ അറിയാത്ത മഹത്വം അഗോചരമായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കണമെങ്കിൽ നീ എന്നെ ഒന്ന് വിളിച്ചപേക്ഷിക്കുക. യിരെമ്യാവ് 33:3 നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വാക്യമാണ്. അപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച, എന്നെ വിളിച്ചപേക്ഷിക്കുക, അതാണ് നമ്മുടെ ഉത്തരം. നമ്മുടെ കടമാണ്, നമ്മുടെ ഡ്യൂട്ടി. വെളിപ്പാട് ദിവസം 3:20
ആ വാക്യം സുപരിതമാണ്. Behold, I stand at the door and knock. ഇതാ ഞാൻ വാതിൽക്കുന്നത് മുട്ടുന്നു. If any man hear my voice and open the door. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ഹല്ലേലൂയ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം. I will sup with him and he with me. കണ്ടോ. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം വലിയ വാഗ്ദാനങ്ങളാണ്. പക്ഷെ കുഞ്ഞു നടപടികളുടെ മധ്യത്തിലാണ് അതെല്ലാം വച്ചിരിക്കുന്നത്. സ്തോത്രം. Turn unto me, I will also turn unto you. നീ എൻ്റെ അടുക്കിലേക്ക് ഒന്ന് തിരിയൂ. എങ്കിലേക്ക് തിരിയൂ, ഞാൻ നിൻ്റെ അടുക്കിലേക്കും വരും. ഇങ്ങനെ 3127 വാഗ്ദത്തങ്ങളും ഈ വാഗ്ദത്തങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ ഒന്ന് എഴുതി വെച്ചിട്ട് അതിൽ ഏത് കാര്യമാണ് നാം ചെയ്യേണ്ടത്, എൻ്റെ ഡ്യൂട്ടി എന്ത് എന്ന് ചിന്തിച്ചൊന്ന് ചെയ്താൽ ആ കാര്യം അപ്പോൾ തന്നെ പ്രാബല്യത്തിൽ വരും. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അമൂല്യമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അത് കണ്ടീഷണലാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അനവധിയാണ്. ഈ വസ്തുതകളെല്ലാം ഓർത്തുകൊണ്ട് സ്തോത്രം ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എങ്ങനെ പ്രാപിക്കാൻ കഴിയുമെന്നുകൂടെ ഞാൻ പറയാം, വളരെ ചുരുക്കമായിട്ട് പറയാം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കണമെങ്കിൽ ഈ ചാഞ്ഞും ഒടിഞ്ഞും മാടങ്ങിയും കൂത്തിയൊക്കെ ഇരിക്കുന്ന ഈ ചടഞ്ഞ സ്വഭാവങ്ങളൊക്കെ മാറ്റിയിട്ട് എനിക്കിത് പ്രാപിച്ചേ മതിയാകൂ എന്ന ഒരു വാശി ദൈവജനത്തിനുണ്ടാവണം. സ്തോത്രം. വായിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ, മന്ദത പാടില്ല. സ്തോത്രം. ഒന്ന് വായിക്കാം, ഉറക്കെ. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും വാഗ്ദത്തങ്ങൾ അവകാശമാക്കുന്നവരുടെ അനുകാരികൾ. ഒരു കാലത്ത് അങ്ങനെ പോരാടി അനുഗ്രഹങ്ങൾ പിടിച്ചു പറ്റിയ ഒത്തിരി മനുഷ്യരുടെ ചരിത്രം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവരെ പോലെ നാം എനിക്കിത് കൂടിയേ തീരൂ എന്ന നിഷ്കർഷയോടുകൂടെ ഉത്സാഹത്തോടുകൂടെ സ്തോത്രം. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ എത്തിപ്പിടിച്ച, വാഗ്ദത്തങ്ങൾ പിടിച്ചു പറ്റിയ ഒരു മനുഷ്യനാണ് യാക്കോബിനെ കുറിച്ച് ഞാൻ പണ്ടുകൂടെ പറഞ്ഞിട്ടുണ്ട്. ചിലെല്ലാം അദ്ദേഹത്തെ ഉബായിയും ശിബായി എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം ഉബായി ഒന്നുമല്ല കേട്ടോ. സ്തോത്രം. അദ്ദേഹം ഉബായി എന്ന് ചേട്ടൻ പറഞ്ഞതിനെ നാം ഏറ്റെടുത്ത് പറയുവാൻ പോകരുത്. അദ്ദേഹം ഉബായി ഒന്നുമല്ല. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു മിടുക്കൻ വേദപുസ്തകത്തിൽ മറ്റാരുമില്ല. ഭയങ്കര എ മാൻ ഓഫ് ഗോഡ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. യാക്കോബിനെ ഉബായിയായിട്ട് നാം ചിന്തിക്കരുത്. സ്തോത്രം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വെളിപ്പാട് വല്ലതും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചാൽ ഞാൻ അതിനെ തിരുത്തി കുറിക്കാൻ തയ്യാറാണ്. യാക്കോബ് അങ്ങനെ ഒരു ഉബായി, യാക്കോബിൻ്റെ ലേഖനത്തിൽ ഒരു ചെറിയ സൂചനയുണ്ട്, ഉബായത്താൽ പിടിച്ചു പറ്റി. അത് ചേട്ടനെ അനുകരിച്ച് പറയുന്നതാണ്. പക്ഷേ യാക്കോബിനെ ഉബായി എന്ന് എങ്ങനെ പറയാൻ കഴിയും? സ്തോത്രം. ദൈവം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ഐ ആം ദി ഗാഡ് ഓഫ് ജേക്കബ് എന്ന് പറയുമ്പോൾ ഞാൻ യാക്കോബിൻ്റെ ദൈവമെന്ന് ദൈവം എത്രയോ പ്രാവശ്യം പറയുന്നു. അങ്ങനെ യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ദൈവം അങ്ങനെ പറയുവാൻ മടിക്കുന്നില്ല. ചിലരുടെ ദൈവമെന്ന് വിളിക്കുവാൻ ദൈവം ലജ്ജിക്കുന്നു എന്ന് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവൻ്റെ ദൈവമെന്ന് വിളിക്കുവാൻ ഞാൻ ലജ്ജിക്കുന്നില്ല എന്നാ പറയുന്നു. സ്തോത്രം. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നമ്പർ 1 കേടിയാന്ന് വിചാരിച്ചോ, അതെൻ്റെ ജ്യേഷ്ഠനാണെന്നും വിചാരിച്ചോ. ഞാനിവിടെ വന്നിട്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഇന്നയാൾ എൻ്റെ ജ്യേഷ്ഠനാണ്, പുള്ളി ഇച്ചിരി തരികിടയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തുമോ? ഒരിക്കലും പരിചയപ്പെടുത്തത്തില്ല. ഞാൻ മാക്സിമം മൂടി വയ്ക്കും. ആരെങ്കിലും ചോദിച്ചാൽ തന്നെ അത് ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്, അത് അങ്ങ് മറന്നേക്ക്, വിസ്മരിക്കുമെന്ന് ഞാൻ പറയും. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് പറയുവാൻ ദൈവം മടി കാണിക്കുന്നില്ല. ദൈവം ഉപേക്ഷ വിചാരിക്കുന്നില്ല. അവൻ്റെ ദൈവമാണ് ഞാനെന്നാണ് പറയുന്നത്. ചിലർ വിചാരിക്കും അതൊന്ന് പറഞ്ഞു കിട്ടിയാൽ കൊള്ളാം. ഞാൻ പെട്ടെന്ന് കമ്പിവാചകൾ വളരെ പെട്ടെന്ന് പറയാം. യാക്കോബ് അപ്പനെ പറ്റിച്ചുവെന്നും
ജ്യേഷ്ഠനെ പറ്റിച്ചു എന്നും അമ്മായപ്പനെ പറ്റിച്ചു എന്നും അങ്ങനെ പറ്റിപ്പിൻ്റെ മന്ത്രവുമായി നടക്കുന്ന ഒരു മനുഷ്യനെന്നാണ് ചിലരുടെ ഉള്ളിലിരിപ്പ്. സ്തോത്രം. ഇവിടെയും ചിലരുടെയെങ്കിലും ഉള്ളിലിരിപ്പ് അത് ആയിരിക്കാം. ഏതാ അബ്രഹാം എന്ന് പിന്നെ യാക്കോബ് എന്ന് പറയുന്നത് അപ്പനെ പറ്റിച്ച, ജ്യേഷ്ഠനെ പറ്റിച്ച, അമ്മായപ്പനെ പറ്റിച്ച, എല്ലാം അങ്ങനെ പറ്റിപ്പ് മന്ത്രവുമായി നടക്കുന്ന ഒരു മനുഷ്യനാണെന്നാണ് ചിലർ വിചാരിക്കുന്നത്. വേദപുസ്തകം സസൂക്ഷ്മം വായിച്ചു നോക്കൂ. അത് യാക്കോബിൻ ആണോ അതിൻ്റെ കുഴപ്പക്കാരൻ? അപ്പൻ മരിക്കാൻ സമയത്ത് മൂത്തനെ വിളിച്ചു പറഞ്ഞടാ വഴിവാ, എൻ്റെ സമയമായി കേട്ടോ, അതൊരു വലിയ പഠനമാണ്, എൻ്റെ സമയമായി, നീ ഒരു കാര്യം ചെയ്യ്, കാട്ടിൽ പോയി വേട്ടയാടി ഒരു വേട്ടമൃഗത്തെ കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ കൊടുക്കൂ, വേട്ടയിറച്ച് തിന്നു നിന്ന് ഞാൻ അനുഗ്രഹിക്കാൻ പോവുകയാണ്. തിന്നു അനുഗ്രഹിക്കണം. കണ്ടോ, അപ്പൻ ഇത്രയും വയസ്സായെങ്കിലും എഞ്ചിനൊക്കെ നല്ല എഞ്ചിനാണ് കേട്ടോ. സ്വതം ദൈവത്തെ ആരാധിച്ചാൽ നമ്മുടെ എഞ്ചിനൊന്നും മരിക്കുന്നത് വരെ കേടാകത്തില്ല. സ്വത്രം. പാസ്റ്റർ മാത്രമേ സ്വത്രം പറയുന്നുള്ളൂ, ഇവിടെ ആർക്കും സ്വത്രം വേണ്ടെന്ന് തോന്നുന്നു. സ്വത്രം. നല്ല എഞ്ചിനായ മനുഷ്യനാ, തൻ്റെ സമയമെല്ലാം കൃത്യമായി അറിയാം. അതുകൊണ്ട് ആ മനുഷ്യൻ നോക്കിയേ, ജ്യേഷ്ഠനെ വിളിച്ച് പറഞ്ഞു, മൂത്ത മകനെ വിളിച്ച് പറഞ്ഞു, ചെന്ന് പിന്നെ ആടി വേട്ടമൃഗം കൊണ്ടുപോവാ, ഞാൻ കഴിച്ച് നിന്നെ അനുഗ്രഹിക്കും. കണ്ടോ, കഴിച്ച് അനുഗ്രഹിക്കണം. അത് വേറെ ഒരു പഠനമോ, കഴിച്ച് അനുഗ്രഹിക്കണം. ചിലർക്ക് അങ്ങനെ തിന്ന് അനുഗ്രഹിക്കണം. അതുകൊണ്ട് അപ്പനമ്മമാർക്കൊക്കെ കൊടുക്കേണ്ട സമയത്തൊക്കെ കൊടുക്കണം കേട്ടോ, വേണ്ട വേണം. സ്വത്രം. ചിലരൊക്കെ അപ്പനെ പട്ടിണിക്കിട്ട് ഡാർക്ക് റൂമിൽ കയറ്റി പിന്നെ എന്നിട്ട് അനുഗ്രഹം മേടിക്കാൻ, അയ്യോ. ഓക്കെ സ്വത്രം. നല്ലവണ്ണം തൃപ്തി വരുത്തി നല്ല അപ്പോൾ തിന്ന് അനുഗ്രഹിക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ അമ്മയുടെ വിളി, ഇളയവനെ എടാ യാക്കോബേ ഇങ്ങോട്ട് വേണം. അമ്മയുടെ വിളി ഇങ്ങനെ രൂക്ഷമായ വിളിയുടെ, ഇങ്ങോട്ട് വാടാ. എന്താ അമ്മ ഇത്രയും ഇങ്ങോട്ട് വാടാ, എടാ എനിക്ക് സമയമൊന്നുമില്ല, എടാ ഇങ്ങോട്ട് വാ, നീ അകത്ത് നിന്നിട്ട് ഒരു കാലക്കിന് കൊണ്ടുവന്നിട്ട് എല്ലാം പീസായി അതിനെ കൊണ്ടുവാ. എന്താ അമ്മ? എടാ അപ്പൻ നിന്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, കാട്ടിൽ പോയി വേട്ടയിറച്ച് കൊണ്ടുവന്ന് അത് അമ്മയുടെ കയ്യിൽ കൊടുത്ത് അതിനെ പ്രിപ്പയർ ചെയ്ത് എൻ്റെ അടുക്കൽ കൊണ്ടുപോകാൻ, ഞാൻ തിന്ന് നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞേക്കുക. നീ ഒരു കാര്യം ചെയ്യും, പക്ഷേ നീയാണ് അനുഗ്രഹം കൊണ്ടുപോകണം. അമ്മ ഇത്രയും പ്രാർത്ഥിക്കുന്ന അപ്പനെ അമ്മയ്ക്ക് ഇതുവരെ അറിയത്തില്ലേ? അമ്മ അപ്പൻ്റെ ഭാര്യയല്ലേ? അയ്യോ, മകനായ എനിക്ക് നല്ലവണ്ണം അറിയാം, അപ്പൻ്റെ മുമ്പിൽ ഈ വെളച്ചിലൊന്നും നടക്കത്തില്ല. അപ്പനാ എ മാൻ ഓഫ് ഗോഡാ, ദൈവത്തിൻ്റെ മനുഷ്യനോ. അയ്യോ, അപ്പന് തന്നെ സമയം പോലും വ്യക്തമായി മനസ്സിലാക്കി, മരണത്തിൻ്റെ സമയം. എന്നിരിക്കെ അപ്പനെ ചതിച്ചുകൊണ്ട് ഞാൻ, അയ്യോ അമ്മ ഞാൻ പോകത്തില്ല, എടാ ഇങ്ങോട്ട് വാടാ, ചെവിക്ക് ഒരു പിടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഞാൻ ഭാവനയെ കാണുന്നത്. ഈ യാക്കോവിനെ ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് വാടാ. അമ്മ എന്താ ഇത്രയും രൂക്ഷ? എടാ സമയമില്ലടാ, അപ്പൻ മരിക്കാൻ സമയമായി, ജ്യേഷ്ഠൻ ഇപ്പോൾ വേട്ടയാടി വേട്ടമൃഗം കൊണ്ടുവരും, എനിക്ക് പിന്നെ നിൻ്റെയോട് ഒന്നും പറയാൻ പറ്റത്തില്ല, നീ കൊണ്ടുപോടാ. അങ്ങനെ ആട്ടിപ്പായിച്ച് ഈ മകനെ കൊണ്ട് നോക്കിയേ, ഈ ജ്യേഷ്ഠൻ്റെ വേഷവും ധരിപ്പിച്ച് അപ്പൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തത് യാക്കോബ് സ്വയം. എന്താ ഇങ്ങനെ കാണിച്ചത്? എടാ നിൻ്റെ അപ്പൻ എന്നെ വിവാഹം കഴിച്ചിട്ട് എനിക്ക് മക്കളില്ലായിരുന്നു. അവസാനം വഴക്ക് കൂടി കൂത്തിയിരുന്ന് പ്രാർത്ഥിപ്പിച്ചിട്ടാണ് എനിക്ക് മക്കളെ കിട്ടിയത്. പ്രാർത്ഥിച്ചപ്പോൾ മക്കളില്ലാത്ത എനിക്കിപ്പോൾ 2 എണ്ണം കിട്ടി കേട്ടോ. ഞാൻ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ. സോരം മനസ്സിലാവുന്നില്ല. കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ 1 പകരം 2 കിട്ടും. സോദരം, മക്കളില്ലാതിരുന്ന സ്ഥാനത്തിൽ എനിക്ക് മക്കളെ താ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എവിടുന്നാ തരേണ്ടത്? നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ മന്ത്രം. പ്രാർത്ഥിക്കണം, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എന്നെ കിട്ടിയതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടല്ലേ? സോദരം, പ്രാർത്ഥിക്കൂ. അങ്ങനെ 2 എണ്ണം കിട്ടി. അന്ന് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, നിന്റെ ഉള്ളിൽ 2 എണ്ണമുണ്ട്, അത് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് പറഞ്ഞാൽ ഇളയവനാണ് ഒരു എക്സാൽട്ടേഷൻ, ഉയർച്ച ഉണ്ടാകേണ്ടത്. അത് എന്നോടാ പറഞ്ഞത്, ഞാനാ കേട്ടത്. അതുകൊണ്ട് ജ്യേഷ്ഠനല്ല അനുഗ്രഹം പ്രാപിക്കേണ്ടത്, നീയാണ്. എടോ ഞാൻ പറയുന്നത് പോലെ എന്ന് പറഞ്ഞ് ആ ഗ്രേറ്റ് കമ്പൽഷൻ, ആ വലിയ പ്രഷറിൻ്റെ മധ്യത്തിൽ
യാക്കോബ് പോയി നോക്കിയേ അമ്മയെ കൊണ്ടുവന്നതാണ്. അതിന് യാക്കോബ് ഉത്തരവാദിത്തമില്ല. യാക്കോബ് മസിൽ പിടിച്ച് നോക്കി, അമ്മയെ ഞാൻ പോകത്തില്ല, എനിക്ക് എന്തേലും ഇച്ചിരി അനുഗ്രഹം കിട്ടാതിരിക്കത്തില്ല. പക്ഷേ അപ്പൻ എൻ്റെ തെറ്റ് കണ്ടുപിടിച്ചാൽ പിടിച്ചു വച്ച് ശപിച്ചാൽ എൻ്റെ ഉള്ളത് കൂടെ പോകും, ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞിട്ടും അമ്മയുടെ പ്രഷറിൻ്റെ വെളിച്ചത്തിൽ അമ്മ ഇത് ചെയ്യേണ്ടി വന്നു. അമ്മ ചെയ്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ചാണ്. സ്തോത്രം. യാക്കോബ് എവിടെയാണ് ഉപായം കാണിച്ചത്? സ്തോത്രം, സ്തോത്രം. യാക്കോബ് ജ്യേഷ്ഠനെ പറ്റിച്ചു എന്നാണ് ചിലർ പറയുന്നത്. ഇല്ല കേട്ടോ. യാക്കോബ് ഒരു ബിസിനസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബിസിനസ് ചെയ്യുന്ന സകലരും അറസ്റ്റ് ചെയ്യപ്പെടും. ബിസിനസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ യാക്കോബ് ഒരു ബിസിനസ് ചെയ്തു, ഹോട്ടലിയറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിലൊരു അടുക്കളയുണ്ട്, എന്നാൽ ഒരു സ്പെഷ്യൽ ഡിഷ് താനായിട്ട് പ്രത്യേകിച്ചൊന്ന് ഒരുക്കി. ഒരു ഉരുളി പിടിച്ചു വെച്ചു, കാട്ടിലെ ഏതോ ചില പുതിനയിലെ ഏതോ ഒക്കെ ഇട്ട്, പിന്നെ വൻപയറുമായിട്ട് അദ്ദേഹം ഒരു പായസം ഉണ്ടാക്കി. അവൻ്റെ ഫ്ലേവർ, അദ്ദേഹം വേട്ട കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നല്ല മണം. അപ്പോൾ ചോദിച്ചു, എന്താണോ ഇത്? ചേട്ടൻ ചോദിച്ചു, ഇതെന്തുവാ? ഇത് ഒരു പായസം, സ്പെഷ്യലി മെയ്ഡ് ഫോർ മൈസെൽഫ്, എനിക്ക് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന ഒരാണ്. എടാ ഇച്ചിരി തരുമോ? ഇല്ല ചേട്ടൻ ഞാൻ തരത്തില്ല. ഇവിടെ വിശന്ന് പോയടാ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേട്ടയ്ക്ക് പോയതാ. ഇവിടെ 14 ദിവസം അദ്രിയക്കടലിൽ കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാതിരുന്നിട്ട് ആരും ചത്തിട്ടില്ല കേട്ടോ. എന്നിരിക്കെ ഈ മനുഷ്യൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വരുന്ന സമയത്ത് പറയുക, ഞാൻ ചത്തുപോകും, അമ്മ ഇച്ചിരി താടാ. കണ്ടോ, അവൻ്റെ കൊതിയാണ് കേട്ടോ, അവൻ കൊതിനാ. സ്വോത്രം. അപ്പോൾ പറഞ്ഞു, ചേട്ടാ തരത്തില്ല. ചേട്ടനും എനിക്കും പപ്പയ്ക്കും എല്ലാവർക്കും വേണ്ടി അമ്മ നല്ല ആഹാരം അവിടെ കിച്ചണിൽ ചെയ്തിട്ടുണ്ട്. ഇത് എനിക്കൊരു ഒരു സൈഡ് ഡിഷായിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അത് എനിക്ക് വേണ്ടി മാത്രം. എടാ ചിരിത്താടാ. നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, ഇഫ് യു പേ, നീ തന്നാൽ ഞാൻ തരാം. അതല്ലേ ഹോട്ടലിൽ കയറി 2 ചപ്പാത്തിയും കഴിച്ച് നോക്കി, എന്തെങ്കിലുമൊക്കെ ഒരു കറിയും കഴിച്ചിട്ട് അവസാനം ബായ് എന്ന് പറഞ്ഞു പോയാൽ നിന്റെ ചെവിക്ക് പിടിക്കത്തില്ലേ? ഇദ്ദേഹം അതാ ചെയ്തത്. നീ തന്നാൽ ഞാൻ തരാം. അതെന്താ തരും? എന്തോ ഒരു അവകാശം കിട്ടിയെന്ന് പറയുന്നല്ലോ, ജ്യേഷ്ഠാവകാശം. അത് തന്നാൽ ചിലർക്ക് അങ്ങനെയാ. വലിയ കാര്യങ്ങളെല്ലാം ഒരു വാവിക്കുന്ന സമയമാണ്. ഒരു ജ്യേഷ്ഠാവകാശം ഇവിടെ റൈറ്റ് കൊണ്ട് എനിക്ക് ഒരു പ്രയോജനം തോന്നില്ല, അത് നിനക്ക് തന്നേക്കാം. അങ്ങനെ അലക്ഷ്യമാക്കി ജ്യേഷ്ഠാവകാശം വിറ്റ യാക്കോബിനെ. അതുകൊണ്ടാണ് യൂദായുടെ ലേഖനത്തിൽ അവനെ വളരെ നിശിതമായി വിമർശിക്കുക. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ ഏശാവെന്ന്. അവിടെ യാക്കോബിനെ അല്ല തെറ്റു പറയുന്നത്, ഏശാവിനെയാണ് പരിശുദ്ധാത്മാവ് തെറ്റു പറയുന്നത്. സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. ചിലർ മസിൽ പിടിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലൊന്നും ഞങ്ങൾ സ്വതന്ത്രം പറയത്തില്ല. കാരണം ഞങ്ങൾക്ക് വേറെ വേർഷനാണ് ഞങ്ങളുടെ മനസ്സിനകത്ത് ഞങ്ങൾ ചെലുത്തി വെച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ, സ്വതന്ത്രം. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ഹല്ലേലൂയ. അവിടെ യാക്കോബ് ജ്യേഷ്ഠനെ ചതിക്കുന്നതല്ല, അദ്ദേഹം പിടിച്ചു പറ്റുവാൻ, കയറി പറ്റുവാൻ, ഏതോ ചില രംഗങ്ങളിൽ മുഖമുദ്ര ചാർത്തുവാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അതെല്ലാം ഇത് ചെയ്യുന്നത്. ഇനി അമ്മായപ്പനെ ചതിച്ചു എന്നാണ് ചിലർ പറയുന്നത്. അതൊരു ചതിയേ അല്ല, അയാളാണ് ചതിച്ചത്. അദ്ദേഹത്തിൻ്റെ ചതിയുടെ എല്ലാ മണ്ഡലങ്ങളും എനിക്ക് പറയാൻ കാരണം, സൗന്ദര്യമുള്ള മോളെ ഇളയവളെ കാണിച്ചിട്ട് മൂത്തവളെ കെട്ടിച്ചു കൊടുത്തു. ചതി ആരാ? നന്മകൾ കൊടുക്കാതെ തടഞ്ഞു വച്ച നോക്കിയ ഓരോ ഗഡും 7 വർഷം. എന്നിട്ടൊരു കാലം പറഞ്ഞു, നിനക്ക് ഇളയതും വേണോ? സൗന്ദര്യമുള്ള നീ കണ്ട കുട്ടിയെ നിനക്ക് തരാം, പക്ഷെ ഒരു 7 വർഷം എനിക്ക് അടിമപ്പണി ചെയ്യണം. അത് ചെയ്തു. വീണ്ടും ഒരു 7 വർഷം, എന്നിട്ടും വിടുന്നില്ല. വീണ്ടും ഒരു 6 വർഷം കൂടെ ജോലി ചെയ്യിപ്പിച്ച ഒരു കുശാഗ്ര ബുദ്ധിയുള്ള മനുഷ്യനാണ് തൻ്റെ അമ്മായപ്പൻ എന്ന് പറയുന്ന മനുഷ്യൻ.
അവിടെയെല്ലാം യാക്കോബ് ആത്മസംയമനം പുലർത്തിക്കൊണ്ട് അമ്മായപ്പൻ്റെ നന്മയ്ക്ക് വേണ്ടി നോക്കിയേ. അദ്ദേഹം യാക്കോബ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായതുകൊണ്ട് ആ അമ്മായപ്പന് ഒരു കോട്ടവും സംഭവിച്ചില്ല എന്ന് യാക്കോബ് ഉണർത്തുക മാത്രമല്ല, അമ്മായപ്പനും പറയുകയാണ്, നീ ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് ഒരു നഷ്ടവും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനം ഒരു സൈക്കോളജിക്കലായിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് നടത്തി. നമുക്ക് എല്ലാ ലോജിയും വേണം കേട്ടോ. സൈക്കോളജിയും ഉണ്ട്, സുവോളജിയും, ബയോളജിയും, എപ്പിസ്റ്റമോളജിയും, എൻഡമോളജിയും, ഏത് ശാസ്ത്രമുണ്ടോ അതെല്ലാം പ്രാക്ടിക്കൽ ലെവലിൽ കൊണ്ടുവരണം. ബൈബിൾ എത്രയോ ശാസ്ത്രീയമായ മേഖലകളുണ്ടെന്ന് അറിയാമോ? സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒത്തിരി പറയുന്നുണ്ട്. അതിൽ ഒന്ന് മാത്രം പറയാം. ഹന്ന, പെനിന്ന, എൽക്കാന, ഓക്കെ, മക്കളില്ലാത്ത ഹന്നെ, ഈ എൽക്കാനയ്ക്ക് കുഴപ്പമില്ല, പക്ഷേ സഹോദരിക്ക് പെനിന്നയ്ക്ക് വളരെ നികൃഷ്ടമായി തോന്നി. അവൾ കരയുകയാണ്. കരയുന്ന സമയത്തിൽ ആ ദൈവാലയത്തിലേക്ക് പോകുന്ന വേളയിൽ ഭർത്താവ് നോക്കി അവളെ തലോടിയിട്ട് പറയാ, എടി നീ എന്നാത്തിനാ കരയുന്നത്? നീ കരഞ്ഞത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു കാര്യം, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ ഞാൻ മതിയായതാണല്ലോ. അത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റാ. വിഷമിച്ചിരിക്കുന്ന സമയത്ത് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കരുത്, ആശ്വസിപ്പിക്കണം. കണ്ടോ, ആ ഭർത്താവ് തൻ്റെ ഭാര്യയെ ആശ്വസിപ്പിക്കുകയാണ്. നിനക്ക് മക്കളില്ല എന്ന് പറയുന്നത് അത് നമ്മുടെ ബിസിനസ്സിലുള്ളതല്ല, നമ്മുടെ കാര്യമല്ല, അത് ദൈവം ചെയ്യേണ്ടതാ. നിനക്ക് ഞാനുണ്ടല്ലോ 10 പുത്രന്മാരെ എന്ന് പറഞ്ഞതുപോലെ യാക്കോബ് നോക്കിയേ, ആ ആടുകൾ ചെനയേൽക്കാൻ വരുന്ന സമയത്ത്, വെള്ളം കുടിക്കാൻ സമയത്ത്, ചെനയേൽക്കുന്ന സമയത്ത് കണ്ട് ചെനയേൽക്കുവാൻ. അപ്പോൾ വാട്ട് വി സീ, നാം എന്ത് കാണുന്നു, വാട്ട് വി ഹിയർ, നാം കാണുന്നത് കേൾക്കുന്നതെല്ലാം ദാറ്റ് വിൽ അഫക്റ്റ് അവർ ലൈഫ്. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പിംഗ് ഫാക്ടേഴ്സാണ് കാണുന്നത്. സ്വത്രം, നമ്മുടെ പിള്ളേരൊക്കെ നന്നായിട്ട് വളരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചിലരുണ്ടല്ലോ 4-32 ഇഞ്ചിൻ്റെ സ്ക്രീനും ടി വി മേടിച്ച് നെറ്റിൻ്റെ ഇതുണ്ടല്ലോ, ഏഷ്യാനെറ്റിൻ്റെ കണക്ഷനൊക്കെ എടുത്തു കൊടുക്കും. പിള്ളേരെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. ഈ ചിലരെല്ലാം ഭക്ഷണം കഴിക്കുന്നത് പോലും അത് നോക്കിയാണ്. പിന്നെ നീ തലകുത്തി പ്രാർത്ഥിച്ചാലും അതിൻ്റെ ഈ പിന്നെ അകത്ത് കയറിയ സാധനം ഉണ്ടല്ലോ, ഇറങ്ങിപ്പോകത്തില്ല. സ്വതം ആർക്കും മനസ്സിലാകുന്നില്ല. സ്വതം പിന്നെ ഇവിടുന്ന് കൂത്തിയിരുന്ന് 3, 7, 21 ഇരുന്നിട്ട്, കർത്താവേ എൻ്റെ മോനെ ദൈവമേ കർത്താവേ വിടിവിക്കണമെന്ന് പറഞ്ഞാലൊന്നും. കാരണം നീ തന്നെ പിന്നെ കയറ്റിക്കൊട്ട സാധനമാണ് അകത്ത് കയറിയിരിക്കുന്നത്. അതിന് ഓരോന്നുമായിട്ട് ഇറങ്ങാൻ വേണ്ടി കുറേ സമയം എടുക്കും. ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മുടെ കണ്ണിൽ കൂടെ, നമ്മുടെ ചെവിയിൽ കൂടെ, നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങളിൽ കൂടെ നാം കഴിക്കുന്നതും കുടിക്കുന്നതും മാത്രമല്ല നമ്മുടെ വളർച്ചയ്ക്ക് മുഖാന്തരം. നമ്മളെ ഒരു പേഴ്സണായിട്ട്, നമ്മളെ ആ പേഴ്സണാലിറ്റിയെ ഷേപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതല്ല. സ്വത്രം, നാം കാണുന്നത്, നാം കേൾക്കുന്നത്, നാം തൊടുന്നത്, സ്വത്രം നാം മണപ്പിക്കുന്നത് എല്ലാം നമ്മളെ സ്വത്രം. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. സ്വത്രം, ഈ വലിയ വൃക്ഷങ്ങളുണ്ടല്ലോ, വലിയ വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങൾക്ക് നാം എത്ര വളം കൊടുത്താലും വേണ്ട. ചെറിയ വൃക്ഷം, ചെറിയ ഒരു ബാൽസം, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നല്ല സുന്ദരമായിട്ടുള്ള ഒന്നാണ് ബാൽസം. ഈ ബാൽസത്തിന് നാം വളവും ഇട്ട് വെള്ളം ഒഴിച്ചാലും അതൊരു പരുവത്തിലൊക്കെ അങ്ങനെ നിൽക്കും. എന്നാൽ 2 തുള്ളി മഴ അതിൻ്റെ മേളിൽ വീണ് നോക്കൂ, അതൊന്നും കൂടെ. ഇവിടെ നിനക്ക് ആവശ്യമായുള്ള വെള്ളവും വളവും ഞാൻ തന്നതല്ലേ, അത് നിന്റെ വെള്ളം. പക്ഷേ ഇത് ഫ്രം എബവ്. സ്വരം ഏത് ചെടിയെടുത്ത് നോക്കൂ, പ്രകൃതിദത്തമായ മഴ, മഞ്ഞ്, വെയില്, ചൂട്, കാറ്റ്, ഇതെല്ലാം ഒരു ചെടിയുടെ നോക്കി അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നത് പോലെ നമുക്കും നാം കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും മാത്രമല്ല, നാം കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ സെൻസുകളിലൂടെ എല്ലാം അകത്തിറങ്ങി പോകുക. ചിലരൊക്കെ ഭീകര ജീവികളായി അപ്പൻ്റെ മുമ്പിലൊക്കെ ഭീകരമായ അനുഭവത്തിൽ നിൽക്കുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? നമ്മൾ വീട്ടിൽ പ്രാർത്ഥന കൊടുത്തില്ല. നമ്മൾ വീട്ടിലെ അപ്പനും അമ്മയും വേദപുസ്തകം വായിക്കുന്നത് കേട്ടില്ല, പക്ഷേ വഴക്കിഷ്ടം പോലെ കാണുന്നുണ്ട്. പിന്നെ അവർ എക്സ്ട്രാ ആയിട്ട് ടി വിയിൽ കൂടെ സ്റ്റണ്ട് രംഗങ്ങൾ കാണുന്നുണ്ട്. പിന്നെ വായിക്കുവാൻ വേണ്ടി ഏതോ ചില പുസ്തകങ്ങളൊക്കെ അല്ലേ നോക്കിയേ,
ഹാരി പോട്ടർ. ചില പിള്ളേരെല്ലാം നോക്കി അവിടെ സ്കൂളിൽ പോകുമ്പോൾ 10 ബുക്ക് ഉണ്ടെങ്കിൽ ഒരു 3 ഹാരി പോട്ടറും കൂടെ കാണും. അതിൻ്റെയൊക്കെ മാസ്മര ശക്തി പിള്ളേർക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. പിന്നെ നമ്മുടെ വീട്ടിലെ ബിഗ് സ്ക്രീനൊക്കെ ഒന്ന് ഉണ്ടല്ലോ, അതെല്ലാം സ്തോത്രം. ഇത് തന്നെയാണ് അന്ന് ഈ യാക്കോബ് അപ്ലൈ ചെയ്തത്. അതാ മൃഗങ്ങൾക്ക്, ആടുകൾ വെള്ളം കുടിക്കാൻ വരുമ്പോൾ കണ്ട് ചെനയേൽക്കാൻ വേണ്ടി ഈ പുന്നമരത്തിൻ്റെ അതിൻ്റെ തോലുരിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി കാണിച്ചു കൊടുത്തു. അത് കണ്ട് ഏറ്റത് ഒന്നിൽ കൂടുതൽ മൾട്ടി കളറായി തീർന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചിലരൊക്കെ വിചാരിക്കുന്നത് സഭയിൽ അങ്ങനെയൊന്നും പറയണ്ട, യേശു വരാൻ പോകുന്നു, യേശുവിൻ്റെ വരവിനായി, അതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ നമ്മളിവിടെ ജീവിക്കുന്നിടത്തോളം കാലം ഈ ഭൗതികമായ ജീവിതത്തിൻ്റെ മേഖലകൾ കൂടെ സവിസ്തരം പഠിച്ചേ മതിയാവൂ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് യാക്കോബിനെ ഒരു ഉപായി എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ യാക്കോബ് ആ യബ്ബോക്കടവിൽ തൻ്റെ ഭാര്യമാരെയും തൻ്റെ പാർട്ടികളെയും, അല്ലെങ്കിൽ തൻ്റെ പാർട്ടികളെന്ന് പറയില്ല, തൻ്റെ പണ്ടത്തെ ഒരു ഈ പഞ്ചഗ്രന്ഥം ഷെയ്പ്പ് ചെയ്യുമ്പോൾ അന്നത്തെ ഒരു ട്രെൻഡാണ് വലിയ വീട്ടിൽ നിന്നൊക്കെ വിവാഹം കഴിച്ച ഒരു സ്റ്റെപ്പിനിയെ കൂടെ കൊടുക്കും. അങ്ങനെയുള്ള 4 പേരും മക്കളുമായിട്ടൊക്കെ നോക്കി യബ്ബോക്കടവിൽ അപ്പുറത്ത് കടത്തി വിട്ടിട്ട് ഒറ്റയ്ക്ക് ഈറനെടുത്ത വസ്ത്രവുമായിട്ട് ഇപ്പുറത്ത് വന്ന് പാമ്പും പഴുതാരയുമുള്ള ആ കരിമ്പും കാട്ടിൽ അല്ലെങ്കിൽ നോക്കിയേ ഈ എന്താ പറയാം, ആറ്റിൻ്റെ തീരത്ത് അദ്ദേഹം ഇരുന്ന് ഓൾ നൈറ്റ് പ്രാർത്ഥന നടത്തുകയാണ്. ഓൾ നൈറ്റ് പ്രാർത്ഥന. വിധാനങ്ങളും തന്നിരിക്കുന്ന എത്ര പേർക്കുണ്ട് ഓൾ നൈറ്റ് പ്രാർത്ഥനയ്ക്കുള്ള ഉത്സാഹം? വീട്ടിലൊക്കെ എന്തെല്ലാം സെറ്റപ്പാ ദൈവം തമ്പുരാൻ തന്നേക്കുന്നത്. പക്ഷേ ഇരിക്കണം, രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഓൾ നൈറ്റ് പ്രാർത്ഥിക്കുന്ന സമയത്തിൽ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്. കർത്താവ് തന്നെയാണ്. നീ എന്നെ നിശ്ചയമായി, അദ്ദേഹത്തിൻ്റെ നോക്കിയ ഈ പിന്നെ തുടയിൽ ഉളുക്കുണ്ടായിന്നാണ് വായിക്കുന്നത്. കണ്ടോ, തുടയുടെ താളം ഉളുക്കിയെന്ന്. അതെ, രാത്രിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇച്ചിരി ഉളുക്കുണ്ടാവും, പക്ഷെ അതാണ് അനുഗ്രഹം. സ്തോത്രം, 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 ഹല്ലേലൂയ. ചിലർ വിചാരിക്കും ഞാൻ പോളിഷായിട്ടുള്ള ഭാഷ അല്ല ഉപയോഗിക്കുന്നത്, റഫ് ആയിട്ടുള്ള ഭാഷ ആയതുകൊണ്ടാണ് ചിലർ മസിൽ പിടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളെല്ലാം ഇത്തിരി വെൽറ്റഡു അല്ലെങ്കിൽ ഇച്ചിരി നല്ല ആൾക്കാരാ. ഇങ്ങനെയുള്ള ഈ റഫ് ആൻഡ് അറഗൻ്റ് ആയിട്ടുള്ള ഭാഷയൊന്നും ഇവിടെ പാടില്ല എന്ന് ചിലരുടെ പിന്നെ മുഖത്തുനിന്ന് എനിക്ക് വായിച്ചറിയാൻ കഴിയുന്നുണ്ട്. എങ്കിലും ചിലർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടും. സ്തോത്രം, ഹല്ലേലൂയ. യാക്കോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ മലൽ വിളിച്ചു. തുടയുടെ താടമൊക്കെ ഉളുക്കി. എങ്കിലും നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. സ്വർഗരാജ്യത്തെ ബലാത്കാരികളെ പിടിച്ചടക്കുന്നു. എന്താ സ്വർഗരാജ്യം? ദി കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവ് സന്തോഷവും. ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ ആ യാക്കോബും മസിൽ പിടിച്ചതുപോലെ, മല്ല് പിടിച്ചതുപോലെ, റെസിൽ ചെയ്തതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹം പ്രാപിച്ചേ മതിയാവൂ. സ്തോത്രം, മന്ദത പാടില്ല. അതാ 2 പത്രോസ് 1:5 വായിക്കുന്നു. അങ്ങനെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്, മന്ദത പാടില്ല എന്ന് മാത്രമല്ല, വിലയേറിയതും അമൂല്യമായ വാഗ്ദത്തങ്ങൾ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്. ഒന്ന് വായിച്ചോട്ടെ, 2 പത്രോസ് 1:5. കണ്ടോ, ശകലയല്ല, സകല, യുവർ ലെവൽ ബെസ്റ്റ്. സ്തോത്രം. താങ്ങി തൂങ്ങി മയങ്ങി ഉറങ്ങിയിരുന്നാൽ സ്തോത്രം, 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 ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുമായിരിക്കും, നല്ല ജെന്റിൽമാൻ. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് വലിയ കാര്യമില്ല. നോക്കിയോ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, പിന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കണം. അങ്ങനെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്. മതി. കണ്ടോ, വിലയേറിയതും അമൂല്യമായ വാഗ്ദാനങ്ങൾ പ്രാപിക്കണമെങ്കിൽ നാം സകല ഉത്സാഹവും കഴിക്കണം. ആത്മീകമായ കാര്യങ്ങൾ പ്രാപിക്കുവാൻ ഇതല്ലാതെ വേറൊരു വഴി ഞാൻ കാണുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കണമെങ്കിൽ മറ്റൊരു കാര്യം സഹിഷ്ണുത വേണം. സഹിഷ്ണുത. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറയട്ടെ. എബ്രായർ 10-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത, പേഷ്യൻസ് ഇസ് നീഡഡ്. സഹിഷ്ണുത വേണം. ഈ ദൈവം തമ്പുരാൻ നോക്കി ദൈവജനം വളരെ ഭക്തിയോടെ ജീവിച്ചാലും ആ ഭക്തിക്ക് നാം പ്രാർത്ഥിക്കുന്ന സമയത്തും പ്രാർത്ഥിക്കുന്ന രീതിയിലും പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ അനുഗ്രഹം തരണമെന്നില്ല. ദൈവത്തിനറിയാം ഈ മനുഷ്യനെ എപ്പോൾ അനുഗ്രഹിച്ചാൽ, എപ്പോൾ ഉയർത്തിയാൽ. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. സഹിഷ്ണുത വേണം. സെക്കരിയാവ് എലിസബത്ത് എന്ന് പറയുന്ന കപ്പിളിനെ കുറിച്ച് നാം ലൂക്കോസ് യേശുവിന്റെ 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. വളരെ സുന്ദരമായൊരു, അവരെ കുറിച്ച് പറയുമ്പോൾ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും അവൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും നടക്കുന്നവരായിരുന്നു സെക്കരിയാവും എലിസബത്തും. പക്ഷേ മക്കളില്ല. അവസാനം വയസ്സായി. ഇരുവരും വയസ്സ് ചെന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു. ഇരുവരും വയസ്സ് ചെന്നു. ഓക്കെ, ഈ എലിസബത്ത് എന്ന് പറയുന്നത് അഹരോന്റെ കുടുംബത്തിലെ ഒരു പുത്രിയാണ്. നല്ല ചരിത്ര പശ്ചാത്തലമുള്ള, പ്രാർത്ഥനയുടെ മണ്ഡലമുള്ള, നോക്കിയ എല്ലാ രീതിയിലും അനുഗ്രഹമായ ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയാണ് സെക്കരിയാവിൻ്റെ ഭാര്യയായിരിക്കുന്ന എലിസബത്ത്. എന്നാൽ കൂറിൻ്റെ നിയമപ്രകാരമുള്ള ചീട്ട് വന്ന് അദ്ദേഹം ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വയസ്സ് ചെന്നു. വയസ്സ് ചെന്ന സമയത്തിൽ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. സെക്കരിയാവേ, ഇവിടെ പെർമിഷൻ ഇല്ലാതെ ആർക്കും കയറാൻ കഴിയത്തില്ല. പക്ഷെ ആരോ നിൽക്കുന്നുണ്ടല്ലോ. സെക്കരിയാവേ, നിന്റെ ഭാര്യ എലിസബത്ത് കേട്ടോ, തൻ്റെ പേര് പറഞ്ഞു, തൻ്റെ ഭാര്യയുടെ പേര് പറഞ്ഞു. അവൾ ഗർഭിണിയാവും, ഒരു കുഞ്ഞിനെ കിട്ടും. സ്വത്രം യോഹന്നാനൊന്ന് പേരിടണം, പേര് കൂടെ പറഞ്ഞു കൊടുത്തു. നോക്കിയേ. പക്ഷേ വാർദ്ധക്യത്തിൽ കുഞ്ഞ് ജനിക്കുമെന്നുള്ളതും, ഈ മുമ്പിൽ നിൽക്കുന്നത് ഒരു അജ്ഞാത ദേഹിയാണ്, ഒരു ഏഞ്ചൽ, ഒരു മാലാഖയാണ്, ഒരു മലക്ക് ആണെന്നുള്ളതൊക്കെ ചിന്തിക്കുവാനുള്ള കഴിവൊക്കെ നഷ്ടപ്പെട്ടു പോയി. കാരണം ഈ വയസ്സ് കാലത്തിൽ ഇനി ഒരു കുഞ്ഞോ, അയ്യോ, ഇരുവരു വയസ്സ് ചെന്നവരെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നല്ല വയസ്സായി. സ്വതം തക്ക സമയത്ത് നടപ്പിലാകേണ്ടുന്ന ആ വിധി വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ട് ഓമനായിപ്പോയി. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, വാഗ്ദത്വങ്ങൾ പ്രാപിപ്പാൻ ഇത്തിരി കാത്തിരിക്കണം. ദൈവം പക്ഷെ അത് നടത്തുക തന്നെ ചെയ്യും. നാം നിരന്തരമായി സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ലെജിറ്റിമേറ്റായ യാഥാർത്ഥ്യമുഖത്തോടുള്ള ഒരു വിഷയമാണെങ്കിൽ, ഒരു ലുക്രട്ടീവ് മോട്ടീവ് ഇല്ലാതെ നാം പ്രാർത്ഥിക്കുന്ന ഒരു നല്ല വിഷയത്തിന് സ്വർഗത്തിലെ ദൈവം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകുമെന്നുള്ള വചനപ്രകാരം നാം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ, അല്പം സഹിഷ്ണുത പുലർത്തിയാൽ ആ വിഷയത്തിൻ്റെ അമ്മയെ നോക്കി അതിൽ ദൈവം ഉത്തരം നൽകുക തന്നെ ചെയ്യും. നമ്മുടെ ദൈവം തമ്പുരാൻ ഉത്തരം നൽകുന്ന ദൈവമാണ് കേട്ടോ. നമ്മുടെ ദൈവമാണ് ദൈവം. സഹോദരം, എനിക്കറിയാവുന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹം ഹൈന്ദവ മാർഗത്തിൽ കുറേ നാളായിരുന്നു. അത് കഴിഞ്ഞിട്ട് കത്തോലിക്ക സഭയിൽ ചെന്ന് ചാടി കൊടുത്തു. എന്ന് പറഞ്ഞാൽ കുളത്തിൽ നിന്ന് കിണറ്റിൽ ചാടിയതുപോലെ. സ്വത്രം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഷുഗർ വന്നു. തൻ്റെ 2 കിഡ്നിയും ഫെയിലായിപ്പോയി. മരണത്തോട് മല്ല് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ പല മെഡിസിൻസ് ഉപയോഗിച്ചു. അവസാനം ഒരു ഡോക്ടർ എഴുതി 40 ദിവസം കൂടെ മാക്സിമം ജീവിക്കാനുള്ള സാഹചര്യമുള്ളൂ. മനുഷ്യൻ ഭയപ്പെട്ടു പോയി. എന്താ ചെയ്യുക? മരുന്നെല്ലാം മാക്സിമം. അവസാനം പിന്നെ ഒരു ആയുർവേദ വൈദ്യനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വലിയ കാര്യമില്ല എന്ന രീതിയിൽ അദ്ദേഹവും പ്രതികരിച്ചു. അവസാനം ഒരു മന്ത്രവാദിയുടെ അടുക്കൽ പോയി. മന്ത്രവാദി പറഞ്ഞു 72 സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തു. ഇങ്ങനെ ഒരു മനുഷ്യനും കളക്ട് ചെയ്യാം. ഞാനൊരു മന്ത്രം ചെയ്യാം. ആ മന്ത്രം ചെയ്യണമെങ്കിൽ 72 സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം. അത് ചിലതെല്ലാം നോക്കി, ഒരു 10-20 വർഷത്തിന് പഴക്കമുള്ള മുട്ടയുടെ തോട്, ഇതേപോലെ ഒരിക്കലും കളക്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ലിസ്റ്റ് ആയിരുന്നു.
അത് 72 2 സാധനമേ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. അദ്ദേഹം നേരെ മന്ത്രവാദിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ തന്ന ലിസ്റ്റിൽ 2 മാത്രമേ എനിക്ക് ഇതുവരെ കളക്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ, അതുകൊണ്ട് എന്തെങ്കിലും നടക്കുമോ? പറഞ്ഞു, അത് ബുദ്ധിമുട്ടാണ്, അത് വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഏത് ഫെയ്ത്തിലാണ്, നിങ്ങളുടെ ഏത് വിശ്വാസത്തിലാണ്, നിങ്ങളുടെ ദൈവം ഏതാ? അപ്പോൾ പറഞ്ഞു, ഞാൻ യേശു രാജനാണ്, യേശുവിലാണ്. അദ്ദേഹം പറഞ്ഞു, എല്ലാം ഇവിടെ വച്ചിട്ട് പോ, അത് തന്നെയാണ് ദൈവം, അത് തന്നെയാണ് ദൈവം, അതിനെ കൂടാതെ ഒരു പരിപാടിയുമില്ല. നിങ്ങൾ പറഞ്ഞ ആ ആളുണ്ടല്ലോ, അയാളാണ് ദൈവം. മന്ത്രവാദി പറയുന്നതാണ്. പിന്നെ നിങ്ങളുടെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പുസ്തകമില്ലേ, ഒരു കറുത്ത പുസ്തകം, ആ പുസ്തകം വായിച്ച് അതിൽ പറയുന്നത് പോലെ കേട്ടാൽ മതി, നിനക്ക് എല്ലാം ശരിയാവും. ഈ മനുഷ്യൻ കൂടും കുടുക്കുകളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ഒരു ബൈബിൾ മേടിച്ച് വായിക്കാൻ തുടങ്ങി. വായിച്ചു വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രോഗം ഏതാണെന്ന് പോലും തനിക്ക് അറിയാൻ കഴിയാതെ വണ്ണം കംപ്ലീറ്റ്ലി ഹീൽഡായി തീർന്നു. 7 വർഷമായി ഇന്ന് അദ്ദേഹം കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. നാം സേവിക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ വചനം, ഓൾ സ്ക്രിപ്ചർ ഈസ് ഗിവൺ ബൈ ഇൻസ്പിറേഷൻ ഓഫ് ഗോഡ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. യോഹന്നാൻ 17:17, ദൈവമേ നിന്റെ വചനം സത്യമാകുന്നു. ഈ വചനമാണ് എന്നെ ഉയർത്തുന്നത്, വളർത്തുന്നത്. വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ ഒരിച്ചിരി ക്ഷമ ചിലപ്പോൾ വേണ്ടി വരും, ഇച്ചിരി കാത്തിരിക്കണം. വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. സ്തോത്രം. വാഗ്ദത്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്, എല്ലാം പറയുവാൻ സമയമില്ല. എന്നാലും ഒന്നുകൂടെ പറയട്ടെ. 2 കൊരിന്ത്യർ 7-ാം വാക്യത്തിൽ വാഗ്ദത്തങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ആ പ്രിയമുള്ളവരെ എന്ന് പറയുന്ന വാക്ക് വളരെ പ്രസക്തമാണ്. അഗപ്പേറ്റാവോ. നമ്മൾ ചിലപ്പോൾ പ്രിയമുള്ള കുട്ടികളൊക്കെ കാണുമ്പോൾ മാറത്ത് ചേർത്ത് വെച്ചിട്ട് എൻ്റെ പൊന്നു മോനെ എന്നൊക്കെ വിളിക്കാറില്ലേ? സ്വരം എൻ്റെ പൊന്നച്ചായോ എന്നൊക്കെ വിളിച്ചു അങ്ങ് ചേർത്ത് വെച്ച് വിളിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഭാഷയിലാണ് അഗപ്പേറ്റാവോ, മൈ മോസ്റ്റ് ബിലവഡ്, എൻ്റെ പ്രിയമുള്ളവരെ. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പിതാവ്, നിങ്ങൾ എൻ്റെ മക്കൾ, ഞാൻ ദൈവം, നിങ്ങൾ എൻ്റെ ജനം. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. വിശുദ്ധിയെ തികച്ചുകൊള്ളണം. ബൈബിളിൽ നാം വായിക്കുമ്പോൾ വിശുദ്ധിക്ക് ഒത്തിരി മാനങ്ങളുണ്ട്. 2 പത്രോസ് 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നാം എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരായിരിക്കണം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇവിടെ പറയുന്നു വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ വളരെ വിശുദ്ധി വേണം കേട്ടോ, വളരെ വിശുദ്ധി. ബി ഹോളി ആസ് ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. കാഡോഷ് എന്നൊരു എബ്രായ വാക്കും ഹാഗിയോസ് എന്ന ഗ്രീക്ക് വാക്കിനൊക്കെ ഭയങ്കര അർത്ഥവ്യാപ്തിയാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധി എന്ന് പറയുന്നത് സ്വത്രം ഇത്തിരി മുടിയൊക്കെ വെട്ടി ക്ലീൻ ഷേവ്ഡായ ആ ഒരു വിശുദ്ധിയൊന്നുമല്ല. അകത്തളങ്ങളിൽ രൂപപ്പെടേണ്ട വിശുദ്ധി, ജീവിത വിശുദ്ധി, ഉപദേശ വിശുദ്ധി. ഇങ്ങനെ ഒരു വിശുദ്ധമായിരിക്കണം ദൈവജനം. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ. ഇന്ന് വിശുദ്ധി പലരും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാനും കഴിയുന്നില്ല. വളരെ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും. സ്തോത്രം. ദൈവം വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ 10 കൽപ്പനകൾ, ഡെക്കലോഗ് എന്ന് പറയുന്ന 10 കമാൻഡ്മെൻറ്റ്സ് എന്ന് പറയുന്ന കൽപ്പലകയിലും 613 നിയമങ്ങൾ മിത്സോത്ത് എന്ന് പറയുന്നത് മാംസപ്പലകയിൽ എഴുതി കൊടുത്തു. ദി വിൽമിംഗ്ടൺസ് ഗേറ്റ് ടു ദി ബൈബിൾ എന്ന് പറയുന്ന ഒരു പുസ്തകം മേടിക്കാൻ കിട്ടും. അതിൽ യഹൂദന്മാരുടെ തൽമൂദിലും ഈ വിൽമിംഗ്ടൺസ് ഗേറ്റ് ടു ദി ബൈബിൾ, ഈ 2 പുസ്തകങ്ങളിൽ ഞാൻ ഈ 613 നിയമങ്ങളുടെ ലിസ്റ്റ് കണ്ടിട്ടുള്ളൂ. നിങ്ങൾ
കഴിയുമെങ്കിൽ മേടിക്കണം. ആ പുസ്തകത്തിൽ 613 നിയമങ്ങളും സെറിമോണിയൽ ലോസ്, അതുപോലെ സിവിൽ ലോസ്, മോറൽ ലോസ് എന്നൊക്കെ അതെല്ലാം കാറ്റഗറൈസ് ചെയ്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു നിയമമാണ് വിശുദ്ധിയുടെ നിയമം. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ തലമുറയായി വസ്ത്രമുണ്ടാക്കുമ്പോൾ വസ്ത്രത്തിൻ്റെ കോന്തലക്കല് പൊടിപ്പിൽ ഒരു നീലച്ചരട് കെട്ടണം. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സകല കൽപ്പനകൾ ഓർത്ത് അനുസരിക്കേണ്ടതിനും നിങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ടും സ്വന്തം ഹൃദയം കൊണ്ടും തോന്നിയ വണ്ണം പാപ പരസംഗ ചിന്തകൾ, ജഡീക ചിന്തകൾ വരാതെ നിങ്ങൾ മസല് പിടിച്ച് ജീവിക്കുക. അങ്ങനെ നിങ്ങൾ എനിക്ക് വിശുദ്ധരായിരിക്കണം. സ്വത്രം. ആരും സ്വത്രം പറയുന്നില്ല. ഇത് നിങ്ങളുടെ പ്രകൃതമാണോ അതോ എൻ്റെ കുഴപ്പമാണോ എന്ന് ഞാൻ നോക്കുകയാണ്. സ്വത്രം 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 സ്വത്രം. പണ്ട് ഈ PMG ചർച്ച അങ്ങനെ ആയിരുന്നില്ല. ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഇതിൻ്റെ ആരംഭ സ്ട്രക്ചറൊക്കെ വന്നപ്പോൾ തന്നെ ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്നൊക്കെ തീ പോലത്തെ സ്വത്രമായിരുന്നു. ഇന്ന് സ്വത്രമൊക്കെ അങ്ങ് സൂത്രത്തിലായിപ്പോയി. സ്വത്രം. ഹല്ലേലൂയ. ആദ്യത്തെ ഇവിടുത്തെ 21 ദിവസത്തിൽ ഒടുവിൽ 20ഉം 21ഉം ആരും അറിയാതെ ഞാൻ ഇവിടെ ഒരു മൂലയ്ക്ക് വന്നിരുന്നതാണ്. അന്ന് മരിച്ചുപോയ നിത്യതയിൽ ചേർക്കപ്പെട്ട ജോയ് എന്ന് പറയുന്ന ഒരു തൃശ്ശൂർകാരൻ, അദ്ദേഹം വന്ന് ശുശ്രൂഷിച്ച് ഇന്നും എൻ്റെ കണ്ണിലുണ്ട് കേട്ടോ. ജോയ് ബ്രദറിനൊക്കെ അറിയാമായിരിക്കും. ജോയ് എന്ന് പറയുന്ന അവസാനം അദ്ദേഹം സ്വതന്ത്രം വിവിധ രാജ്യങ്ങളിൽ കടന്നുപോയി. അവസാനം കളിയിക്കാവിള എന്ന് പറയുന്ന സ്ഥലത്ത് 4 ഏക്കർ സ്ഥലം മേടിച്ച് ഒരു കൊട്ടാരം പോലുള്ള ഒരു വീടൊക്കെ പണിത്. പക്ഷേ അദ്ദേഹം അവിടെ പാർക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹം മരിച്ചുപോയി. അന്ന് 20ഉം 21ഉം ദിവസങ്ങളിൽ അദ്ദേഹമായിരുന്നു ഭയങ്കര പ്രവാചകൻ. ഓരോന്നിനെയും നോക്കി മുഖത്ത് നോക്കിയ ദൂത് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത്രയും ഈ ചർച്ചിൻ്റെ മെമ്പറല്ല എങ്കിലും ഇതുമായിട്ടൊക്കെ അന്ന് ഞാൻ പള്ളിയിൽ അച്ഛനായിരുന്നു. ആ സമയത്ത് ഇവിടുത്തെ കാര്യങ്ങൾ എനിക്കറിയാം. അന്നത്തെ ആരാധന എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഇടി വെട്ടുന്ന രീതിയിലുള്ള ആരാധനയായിരുന്നു. സ്തോത്രം. ഇന്ന് ജാക്കി വെച്ചാലും സ്വത്രം വരുന്നില്ല. ഓക്കെ, അപ്പോൾ പണ്ടത്തെ വഴികളെ ഒന്ന് നോക്കണം. വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഹല്ലേലൂയ. സ്വത്രം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ തലമുറയായി വസ്ത്രമുണ്ടാക്കുമ്പോൾ വസ്ത്രത്തിൻ്റെ കോന്തലക്കൽ പൊടിപ്പുണ്ടാക്കിയ പൊടിപ്പിൽ നീലച്ചരട് കെട്ടണം. നിങ്ങൾ ഇപ്പോൾ വായിക്കണ്ട, എങ്കിലും നിങ്ങൾ ഒന്ന് മനസ്സിലിരിക്കണം. സംഖ്യാപുസ്തകം 15:37 സംഖ്യാപുസ്തകം 15:37 ഈ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ എനിക്ക് വിശുദ്ധരായിരിക്കണം. എന്നാലുണ്ടല്ലോ ഈ വിശുദ്ധിക്ക് കോറിയിട്ടത്, വിശുദ്ധിക്ക് വിഘാതമായി നിന്നത് മറ്റാരുമല്ല, തൻ്റെ ഓൺ ബ്രദർ, മോശയുടെ ഓൺ ബ്രദറായിരിക്കുന്ന, അല്ലെങ്കിൽ എന്ന് പറയാം, നോക്കിയേ, മോശയുടെ അപ്പൻ്റെ പേര് അമ്രാം. അപ്പൻ നോക്കിയേ, ആ അപ്പൻ്റെ അപ്പൻ നോക്കിയേ, ആ കഹാത്തിൻ്റെ വേറൊരു മകൻ്റെ മകനാണ് കോരഹ്. അപ്പോൾ തൻ്റെ അപ്പൻ അമ്രാമിൻ്റെ അപ്പൻ കഹാത്ത്, ആ കഹാത്ത് അല്ലെ തൻ്റെ അപ്പൂപ്പൻ്റെ വേറൊരു മകൻ്റെ മകനാണ് നോക്കിയേ കോരഹ്. അവൻ പറഞ്ഞു, മോശെ മതി, സഭ ഒട്ടൊഴിയാതെ വിശുദ്ധരാകുന്നു. ഈ പറഞ്ഞ വിശുദ്ധിയൊന്നും നടപ്പിലാകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ആകർഷണീയമായ ഒരാളിനെ, ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു പുരുഷന്, രക്തഓട്ടമുള്ള ഒരു പുരുഷന്, നല്ല ഒരു പെൺകുട്ടിയെ നോക്കിയാൽ ആരാ നോക്കി പോകാത്തത്? അതൊന്നും നോക്കി വിസ്മരിച്ചു, അതൊക്കെ അതൊന്നും നടപ്പിലാകുന്ന കാര്യമല്ല. പക്ഷേ ദൈവം മോശയോട് പറഞ്ഞത്, നിന്റെ സ്വന്തം കണ്ണ്, നിന്റെ സ്വന്തം ഹൃദയം കൊണ്ട് തോന്നിയവനം പരസ്യമായി പാപകരമായി ചിന്തയോ നോട്ടമോ വരാതെ അങ്ങനെ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. അപ്പോൾ പിന്നെ TV സീരിയലൊക്കെ കണ്ട് മിനുങ്ങുന്നവർ സൂക്ഷിക്കണം കേട്ടോ. സ്വതന്ത്രം. ഇതൊക്കെ ഇന്നത്തെ സഭയിൽ പറഞ്ഞ ചിലരൊക്കെ പറയും, എപ്പിക്കൂര്യൻ, ഇയാൾ 18ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആളാന്ന് പറയും. സ്വതന്ത്രം. അങ്ങനെ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് എല്ലാ കാലവും ആപ്ലിക്കബിൾ ആണ്. അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ടും സ്വന്തം ഹൃദയം കൊണ്ടും തോന്നിയ വണ്ണം പാപത്തിൻ്റെ ചിന്തകളോ പാപത്തിൻ്റെ നോട്ടമോ വരാതെ അങ്ങനെ നിങ്ങൾ എനിക്ക് വിശുദ്ധരായിരിക്കണം. ഉടൻ കോരഹ് എന്ന് പറയുന്ന ആ മനുഷ്യൻ, പിന്നെ അബിരാം, ദാദാൻ, ഓരെന്ന് പറയുന്ന അതേ കേഡറിലുള്ള 3 പേരും കൂടെ ചേർന്ന്, പിന്നെ ഒരു 250 ഇവരുടെ എല്ലാം നേതാക്കന്മാർ എല്ലാം കൂടെ കലാപക്കൊടി ഉണ്ടാക്കി. എന്നിട്ട് പറയുകയാണ്, മോശേ മതി, സഭ ഒട്ടൊഴിയാതെ വിശുദ്ധരാകുന്നു. ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും വിശുദ്ധി പാലിക്കാൻ കഴിയുന്നില്ല എങ്കിലും ഞങ്ങൾക്ക് മന്ന കിട്ടുന്നുണ്ടല്ലോ, ഞങ്ങൾക്കും കാട കിട്ടുന്നുണ്ടല്ലോ, ഞങ്ങൾക്കും ഡിസ്റ്റിൽഡ് വാട്ടർ കിട്ടുന്നുണ്ടല്ലോ, ഞങ്ങൾക്കും മേഘസ്തംഭം രാത്രി അഗ്നിസ്തംഭത്തിലെ പരിപാലനം അനുഭവിക്കുന്നുണ്ടല്ലോ.
അതുകൊണ്ട് അങ്ങനെ ഒരു വിശുദ്ധമായ ജീവിതം ഒന്നും പറ്റത്തില്ല, പിന്നെ ഞങ്ങൾ ജീവിച്ചോളാം. പക്ഷേ മോശയോട് വിശുദ്ധി മതി, സഭ ഒട്ടൊഴിയാതെ വിശുദ്ധരാകുന്നു. 16-2 വാക്യം, സംഖ്യാപുസ്തകം 16-2. അതിന് പറഞ്ഞപ്പോൾ മോശ പറയുകയാണ്, ഇവരുടെ കൂടാരത്തിൽ നിന്ന് മാറിക്കോളൂ. ഭൂമി വായി പിളർന്നവരെ വിഴുങ്ങിക്കളഞ്ഞു. തീർന്നില്ല, 250 സംഘ സഹസ്യം അവരെ തീ വിഴുങ്ങിക്കളഞ്ഞു. വിശുദ്ധിക്ക് എതിരായിട്ട് നിൽക്കരുത്. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധരായിരിക്കുന്നത് പോലെ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ നമുക്കെല്ലാവർക്കും വിശുദ്ധി ഉണ്ടായിരിക്കണം. ആ വാക്യം ഞാൻ ഒന്നുകൂടെ പറയാം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും നീക്കി. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ഒരു പ്രത്യേക മേഖല കൂടെ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത് ഭൗതികമായ വാഗ്ദത്തങ്ങൾ മാത്രമല്ല, ആത്മീകമായാണ്. ഭൗതികവും ആത്മീയവും ചേർന്ന് വരുന്ന ഒരു പാക്കേജാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്നുള്ളത്. സ്വത്രം 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 ഒന്ന് വായിച്ചാട്ടെ, 2-3 വാക്യങ്ങൾ കൂടെ. സ്വത്രം ഒന്ന് വായിച്ചാട്ടെ, ഒരു പെട്ടെന്ന്. ഹല്ലേലൂയ. 1 തിമോത്തിയോസിന്റെ ലേഖനം, 1 തിമോത്തിയോസ് 4-8 വാക്യം ഞാൻ തന്നെ വായിക്കാം. നോക്കിയേ, അവിടെ വായിക്കുന്നു, ഭക്തിവിരുദ്ധമായ കിഴവി കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളിടത്ത് ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകയാൽ. ദൈവഭക്തിക്ക് ഇപ്പോഴുള്ളതിൻ്റെയും വരുവാനുള്ളതിൻ്റെയും വാഗ്ദത്തമുണ്ട്. കണ്ടോ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇവിടത്തെ നന്മകൾ ദൈവജനത്തിന് പ്രാപിക്കുവാൻ കഴിയും. പക്ഷേ ദി ഏജ് ടു കം, വരുവാനുള്ള ലോകത്തിലേക്കും നമ്മുടെ നന്മകൾ ദൈവം കരുതി വച്ചിട്ടുണ്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇത് വാഗ്ദത്വമാണ്. എഫെസ്യർ 6:2 വായിക്കുമ്പോൾ, നിനക്ക് നന്മയുണ്ടാകുവാൻ, കണ്ടോ, നന്മയുണ്ടാകുവാൻ, നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോട് കൂടിയ. അപ്പോൾ നന്മയും ദീർഘായുസ്സും ദൈവജനത്തിന് പറഞ്ഞിട്ടുള്ളതാണ്. ഗലാത്യർക്ക് ലേഖനം 3-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും വാഗ്ദത്തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭൗതികവും ആത്മീകവുമായ വാഗ്ദത്തങ്ങൾ. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് വിശ്വാസം. ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ. അപ്പോൾ ശ്രദ്ധിക്കുക, പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ കയറുവാൻ വേണ്ടി പറയാം, ഭൗതികവും ആത്മീകവും ചേർന്നതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അധികവും. ഭൗതികമുണ്ട്, ഇപ്പോഴുള്ളതും വരുവാനുള്ളതും, നന്മയും ദീർഘായുസ്സും. കണ്ടോ, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ കൂടെ ജാതികൾക്ക് വരേണ്ടതിന്, അത് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ. അതിനർത്ഥം ഭൗതികമായ നന്മകളില്ല എന്നില്ല, ഭൗതികവും ആത്മീയവും കൂടെ ചേർന്ന് വരുന്ന ഒരു പാക്കേജാണ് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്നത്. അതാ, സീക്ക് ഫസ്റ്റ് ദി കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈച്ചസ്നെസ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കുമെന്ന് പറയുന്ന ഭൗതിക കാര്യങ്ങളും ദൈവം തമ്പുരാൻ തൻ്റെ ജനത്തിന് നൽകിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ ഈ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ നമ്മൾ ഈ പാപ സ്വഭാവങ്ങൾ കളയണം. സ്തോത്രം സ്തോത്രം. ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയാം. ഈ പണ്ട് കാലത്ത് മനുഷ്യന് 1000 വർഷത്തിൻ്റെ ആയുസ്സുണ്ടായിരുന്നു. 1000. നിനക്ക് നന്മയുണ്ടാകും, ദീർഘായുസ്സുണ്ടാകുവാൻ. ഇന്ന് ലോകത്തിൽ ഉള്ളതിൻ്റെ മാക്സിമം ആയുസ് നമുക്ക് തിരിച്ചു പിടിക്കണം, നമുക്ക് പിടിക്കണം. സ്തോത്രം 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 സ്തോത്രം. നിങ്ങൾ സ്തോത്രം പറയാത്തതുകൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടാനാണ് നിങ്ങളുടെ മൗന സമ്മതം എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. എങ്കിലും ഞാൻ വിടുന്നൊന്നുമില്ല. ഒന്ന് വായിക്കാം. അങ്ങനെ എനിക്ക് ഉഴപ്പാൻ പറ്റത്തില്ല. ഒന്ന് വായിച്ചാട്ടെ. നോക്കിയേ, പണ്ടത്തെ കാലത്തിൽ പെട്ടെന്ന് ഒരു 5-10 മിനിറ്റ് കൂടെ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ ആദാമിൻ്റെ വംശപാരമ്പര്യം. ആദാമിന് എത്ര വയസ്സെന്നറിയാമോ? 930 വർഷക്കാലം അദ്ദേഹം ജീവിച്ചു. ശ്രദ്ധിക്കൂ, 9-ാം വാക്യം, ഏനോസിന് അദ്ദേഹം 905 വർഷം ജീവിച്ചു. 12-ാം വാക്യം 5:12, കേനാന് നോക്കിയേ, അയാൾ 910 വർഷം ജീവിച്ചു. മഹലേൽ 895 വർഷം. ഒരു 5 വർഷം കൊണ്ട് അദ്ദേഹം 900 തികയ്ക്കുമായിരുന്നു.
അദ്ദേഹത്തിൻ്റെ മകൻ യാരദ്, പിന്നെ ഹാനോക്ക്, മെതുസലേക്ക്, അതിലാണ് റെക്കോർഡ്. നോക്കിയേ, മെതുസലേക്ക് 969 വർഷം. നോഹ, ലാമക്ക് 777 വർഷം. നോഹ 950. നോഹയുടെ കാലത്തിലാണ് ജനം പെരുകി, പക്ഷേ പാപം പെരുകി. ആ 6:11 വാക്യം, എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. സകല ജനവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു. ഓക്കെ, ഒരു നല്ല അന്തരീക്ഷമായിരുന്നു. ദൈവ ഭയമുണ്ടായിരുന്ന ജനമായിരുന്നു, ദൈവത്തോടു കൂടെ നടക്കുന്ന ജനതയായിരുന്നു. എന്നാൽ ഭൂമി ഇപ്പോൾ നോക്കിയേ വഷളായി പോയി. അതുകൊണ്ട് ദൈവം എന്താണെന്നറിയാമോ? ആയുസ് കുറച്ചു. സ്വരം ശ്രദ്ധിക്കണമേ, ആയുസ് കുറച്ചു. അടുത്ത 11-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കൂ. ദൈവം അന്നത്തെ മനുഷ്യൻ്റെ സേമിൻ്റെ 11:10 സേമിൻ്റെ വംശപാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം 600 വയസ്സ്. അർപ്പക്ഷാദ് 438, അദ്ദേഹത്തിൻ്റെ മകൻ സാലഹ് 433, ഏബർ 464. നോക്കി ഈ അങ്ങനെ വന്ന് മനുഷ്യൻ പാപം നോക്കി എല്ലാം അങ്ങ് കേടായി. ഏതാ? മനുഷ്യൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വന്നു. പിന്നെ എല്ലാം പൊള്യൂട്ടഡായി. വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോക്കിയ നോയിസ് പൊല്യൂഷൻ, പിന്നെ മനുഷ്യൻ്റെ അകത്തളങ്ങളിലുള്ള കോപവും പാപവും ഇതെല്ലാം പെരുകിയപ്പോൾ ദൈവം അവിടെ ആയുസ് കുറച്ചു വന്നു. ഇന്ന് മനുഷ്യൻ്റെ ആയുസ് 100 വയസ്സിന് അടുത്തായി. കണ്ടോ? എല്ലാത്തിനും വളർച്ച ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക. സ്വതം അന്നത്തെ പല്ലിയാണ് ദിനോസാർ. അന്ന് മനുഷ്യർ നെഫലീം ഉണ്ടായിരുന്നു. എല്ലാം പെർഫെക്റ്റ് എയർ, നല്ല എയർ, റിച്ച് ഓക്സിജൻ. സ്വതം എല്ലാം റിച്ച് ആയിരുന്നതിൻ്റെ വെളിച്ചത്തിൽ അന്നത്തെ മനുഷ്യൻ നെഫലീം എന്ന് പറയുന്ന ജയൻസ് പോലെ വലിയ ഓജാനുഭാവികളായിരുന്നു. അന്നത്തെ പല്ലിയാണ് ദിനോസാർ. അപ്പോൾ ആന എങ്ങനെയായിരുന്നിട്ടുണ്ടാവും? അന്നത്തെ എല്ലാ ജീവികൾക്കും, അന്നത്തെ വൃക്ഷത്തെക്കുറിച്ച് യെഹെസ്കേൽ 31 പറയുന്നു, ആകാശം മുട്ടയുള്ള വൃക്ഷങ്ങൾ. അതാണ് ഇന്നത്തെ പെട്രോൾ എന്ന് പറയുന്ന പേട്ര എന്ന് പറയുന്ന ദൈവം അപ്സൈഡ് ഡൗൺ അതിനെ മറിച്ചിട്ടു. ഏതെല്ലാം വൃക്ഷങ്ങൾ വെള്ളത്തിൽ ആശ്വാസം പ്രാപിച്ചു എന്ന് യെഹെസ്കേൽ 31 പറയുന്നുണ്ട്. നോക്കി അന്നത്തെ ജീവികൾ, അന്നത്തെ മനുഷ്യർ, അന്നത്തെ സമുദ്രത്തിലെ ബ്ലൂ സീ വെയിൽസ് എല്ലാം വളരെ വലുതായിരുന്നു. പക്ഷേ മനുഷ്യൻ പൊല്യൂട്ടഡായി. നോക്കി പിന്നെ കോളിഫോം, അങ്ങനെ വെള്ളം മലിനമായി, സോയിൽ പൊല്യൂട്ടഡായി, എല്ലാം പൊല്യൂട്ടഡായി. മനുഷ്യൻ്റെ ജീവിതവും ക്രമക്കേട് കൊണ്ട് നിറഞ്ഞപ്പോൾ എല്ലാം താഴ്ന്ന് ഇന്ന് ജീവിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ ജീവിതത്തിൽ ഏറ്റവും നല്ല ആയുസ് തരുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം തമ്പുരാൻ. നിനക്ക് നന്മയുണ്ടാകുവാൻ, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ, നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. സ്തോത്രം. 3 വാഗ്ദത്തങ്ങൾ ഞാൻ ഒരുമിച്ച് പറഞ്ഞു. സ്തോത്രം. ഇപ്പോഴുള്ളതും വരുവാനുള്ളതും. മാത്രവുമല്ല, നിനക്ക് നന്മയും ദീർഘായുസ്സും. സ്തോത്രം. ഇതെല്ലാം ചേർന്ന് വരുന്ന ഒന്ന്. മറ്റൊന്നാണ് നമ്മൾ ഇന്ന് രാവിലെ ചിന്തിച്ചത്. സ്തോത്രം. കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് ചോദിക്കുന്ന പരിഹാസികൾ. കർത്താവിൻ്റെ വരവെന്ന് പറയുന്ന എപ്പിഫാനിയ അല്ലെങ്കിൽ പാറൂസിയ എന്ന് പറയുന്ന വിഷയത്തെ പരിഹസിക്കുന്ന ആൾക്കാർ 2 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി അവർ നെഗ്ലക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ക്രിയേഷൻ, ദൈവിക സൃഷ്ടി. മറ്റൊന്ന് നോക്കിയേ, ഈ ഡെലൂജ് അല്ലെങ്കിൽ ഫ്ലഡ്. ഈ നോഹയുടെ കാലത്തിൽ ഒരു ജലപ്രളയം നടന്നു. നിങ്ങൾക്കറിയാമോ? നോഹയുടെ കാലത്തെ ജലപ്രളയം കറക്റ്റാണ്. ഈ 2 കാര്യം വിസ്മരിച്ചാൽ പിന്നെ കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തത്തെക്കുറിച്ച് ഒരു പ്രത്യാശയ്ക്കും വഴിയില്ല. പക്ഷെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരുമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായ ബേസിക് ആയിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഈ സൃഷ്ടി, മറ്റൊന്ന് പിന്നെ നോഹയുടെ കാലത്തിലെ ജലപ്രളയം. ശ്രദ്ധിക്കൂ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. സ്തോത്രം.
ഈ ജലപ്രളയം എന്ന് പറയുന്നത് ഒരു ഊഹാഭോഗ കഥയല്ല കേട്ടോ. ലോകത്തിൽ 270 ലെജൻസുകൾ ഈ ഒരു ജലപ്രളയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 270 ഗ്രന്ഥങ്ങൾ. അതിനകത്തൊരു നാ കാണും. നമുക്ക് നോ ആണെങ്കിൽ ഒരിടത്ത് നൂഹായിരിക്കും, ഒരിടത്ത് മനു. കണ്ടോ, ഇവിടെ ഒരു മനു എന്ന് പറയുന്ന മനുഷ്യൻ, ആദ്യത്തെ മനുഷ്യൻ 7 സാഹസമായിട്ട് അദ്ദേഹം ഒരു ജലപ്രളയത്തിൽ ഒരു മത്സ്യത്തിൻ്റെ ചെവിയിൽ അമ്മയെ നോക്കി കെട്ടി അദ്ദേഹത്തിന് കൊണ്ട് യാത്ര ചെയ്തു. പക്ഷേ സ്ത്രീകളില്ല, പിന്നെ മനുഷ്യരുണ്ടാകും. പക്ഷേയെങ്കിലും ഒരു മനുവും ഒരു ജലപ്രളയവും നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിലുണ്ട്, അതുപോലെ ചൈനീസ് ഹിസ്റ്ററിയിലുണ്ട്, മെസപ്പൊത്തോമിയൻ, അതുപോലെ ഈജിപ്ഷ്യൻ, സകലത്തിലും. എന്തെന്നറിയാമോ? ബൈബിളിലെ ഈ ചരിത്രത്തിൽ നിന്നും ഇറങ്ങിപ്പോയ നോഹയുടെ മക്കളില്ലേ, സേം ഹാം യാഫത്ത്. ആ സേം ഹാം യാഫത്ത് കടന്നുപോയി അവിടെ കൊച്ചുമക്കൾ ഇമ്പാർട്ട് ചെയ്ത ഇത് വിസ്മരിക്കുവാനാകാത്ത ഒരു സംഭവമാണ്, ഒരു ഈവൻ്റാണ് ഈ ജലപ്രളയം എന്ന് പറയുന്നത്. അതാർക്കും വിസ്മരിക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ കടന്നുപോയവരെല്ലാം ഏതോ ഒരു ഒരു നോഹ അല്ലെങ്കിൽ നൂഹെന്നോ എന്തൊക്കെ പറഞ്ഞ് ആ ജലപ്രളയത്തെ അവർ വർണ്ണിക്കാൻ തുടങ്ങി. അങ്ങനെ കടന്നുപോയതുകൊണ്ടാണ് ഈ വകഭേദങ്ങൾ വന്നത്. പക്ഷേ നോഹയുടെ ജലപ്രളയം സംഭവിച്ചതാണ്. സ്വോത്രം. നോഹയുടെ ജലപ്രളയം സംഭവിച്ചു എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. ലോകത്തിലേക്ക് ഏറ്റവും പഴക്കമുള്ള വൃക്ഷം ഏതെന്നറിയാമോ? ബ്രസിൽ കോൺ പൈൻ എന്ന് പറയും. അതിൻ്റെ ആയുസിനെ കുറിച്ച് പറയാം. അത് ഏറ്റവും പഴക്കമുള്ള ദി ഓൾഡസ്റ്റ് അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ട്രീ ഇൻ ദി വേൾഡ് എന്ന് നെറ്റിൽ അടിച്ചു കൊടുത്താൽ ബ്രസിൽ കോൺ പൈൻ എന്ന് പറയും. അതിന് പറഞ്ഞിരിക്കുന്ന ഇന്നേക്ക് 4300 വർഷത്തിൻ്റെ പഴക്കമാണ്. ഇന്ന് മുതൽ BC 2400 ഈ ഫ്ലഡ് ഉണ്ടായത്. ശ്രദ്ധിക്കൂ. ഇനി ഏറ്റവും പഴക്കമുള്ള സിവിലൈസേഷൻ എടുത്ത് നോക്കൂ. അത് മെസപ്പൊത്തോമിയനാണ്. 3500 BC 3500. പിന്നെ പിന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ BC 3000. പിന്നെ ഇൻഡസ് വാലി അല്ലെങ്കിൽ മോഹൻജദാരോ 2500. ഇനി നോക്കിയ ചൈനീസ് യാങ്സി റിവറിൻ്റെ സമീപത്ത് നടന്ന ഒരു സംസ്കാരമാണ് ചൈനീസ് സിവിലൈസേഷൻ. 2000 വർഷത്തിൻ്റെ പഴക്കമേ ഉള്ളൂ. ഇവർ പറയുന്നത് പോലെ ഒരു 5000, 8000, 10000 വർഷം മുമ്പേ മനുഷ്യരുണ്ടായിരുന്നുവെങ്കിൽ എവിടെയെങ്കിലും സിവിലൈസേഷൻസിൻ്റെ ഒരു അവശേഷം കാണുമായിരുന്നു. വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന രീതിയിൽ മാത്രമേ. നിങ്ങൾക്കറിയാമോ, ശൂന്യാകാശം നോക്കിയാൽ കാണപ്പെടുന്ന ഒരു സാധനമാണ് ആസ്ട്രേലിയയുടെ തീരത്തുള്ള 3000 കിലോമീറ്റർ നീളമുള്ള ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്ന പവിഴപ്പുറ്റ്. അതിൻ്റെ കഴിഞ്ഞ 20 വർഷത്തിൻ്റെ ചരിത്രം പഠിച്ചു വളർച്ച നോക്കിയപ്പോൾ അതിന് ഏകദേശം 3000 വർഷത്തിൻ്റെ പഴക്കമേ ഉള്ളൂ. സ്വോത്രം. ഇങ്ങനെ നോഹയുടെ കാലത്തെ ജലപ്രളയം ഉറപ്പിക്കുന്നതാണ് ലോക സംഭവങ്ങൾ എല്ലാം. സ്തോത്രം. ഇതുപോലെ 100 കണക്കിന് കാര്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ തള്ളിക്കളയുവാൻ, നള്ളിഫൈ ചെയ്യുവാൻ തക്കവണ്ണം ലോകം ശ്രമിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് ചോദിക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ വരാനുള്ളവൻ വരും. വേദപുസ്തകം പറയുന്നു, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, വരാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഒരു വാഗ്ദത്തം കൂടെ 2 മിനിറ്റ് കൊണ്ട് പറയട്ടെ. യാക്കോബിൻ്റെ ലേഖനം 1:12 അവിടെ ഒരു വാഗ്ദത്തം പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനെ തെളിഞ്ഞ ശേഷം വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ ദൈവം തമ്പുരാന് നോക്കി പ്രത്യക്ഷതയുടെ വാഗ്ദത്വമുള്ളതുപോലെ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ആ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം നൽകുന്ന ഒരു വാഗ്ദത്വമാണ് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം. പരീക്ഷകളെ സഹിക്കണം. സ്വത്രം. ഒരു 3 സ്റ്റെപ്പ് ഞാൻ പറയട്ടെ. നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്കറിയാമെങ്കിൽ എൻ്റെ ഒരു ശൈലിയാണ് എല്ലാം ശ്രദ്ധിക്കണമെന്നുള്ളത്. അത് നിങ്ങൾ അതിൻ്റെ മുഖവിലേക്ക് എടുക്കേണ്ട, ഞാൻ അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കും. എങ്കിലും ശ്രദ്ധിക്കൂ. നിങ്ങൾ ശ്രദ്ധിക്കുക. സ്വോത്രം. ഓക്കെ, ദൈവത്തിൻ്റെ ദൂതന്മാർ സൃഷ്ടികളാണ്. അവർക്കൊരു പരീക്ഷാ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ പരീക്ഷയിൽ ഒരു കൂട്ടം പേർ ജയിച്ചു, ഒരു കൂട്ടം പേർ തോറ്റുപോയി. ജയിച്ചവരാണ് ദി ഇലക്ട് ഏഞ്ചൽസ് എന്ന് പറഞ്ഞ് ഇന്നും ദൈവസേനയിൽ നിൽക്കുന്ന ദൂതന്മാർ. ഒന്നുകൂടെ ഞാൻ പറയാം, ദൂതന്മാർ സൃഷ്ടികളാണ്. അവർക്കൊരു പരീക്ഷയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു.
ആ പരീക്ഷയുടെ കാലഘട്ടത്തിൽ ഒരു കൂട്ടം പേർ ജയിച്ചു. അവരാണ് ഇന്നും ഇലക്ട് ഏഞ്ചൽസ് എന്ന് പറയുന്ന. ഒരു കൂട്ടം പേർ തോറ്റുപോയി, അവരാണ് ഫാളൻ ഏഞ്ചൽസ്. നമ്മളെല്ലാം സൃഷ്ടികളാണ്, നാമം സൃഷ്ടികളാണ്. നമ്മുടെ പരീക്ഷാ കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ തോറ്റുപോയാൽ സാത്താനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന അഗ്നി നരകത്തിലേക്ക് നിപതിക്കും. എന്നാൽ നാം ജയിക്കണം, പരീക്ഷകളെ അതിജീവിക്കണം. പരീക്ഷ ജയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവനാണ് ജീവകിരീടം. വെളിപ്പാട് പുസ്തകം പറയുമ്പോൾ പരീക്ഷ ജയിക്കുന്നവന് ഞാൻ അവന് അവൻ്റെ വായിൽ പുതിയ പാട്ട് നൽകും. ജയിക്കുന്നവന് ഞാൻ ജീവകിരീടം നൽകും. ജയിക്കുന്നവന് കല്ലിൽ അവന് പേരെഴുതും. അങ്ങനെ ഓരോ സഭകൾക്കും ദൂതനും എഴുതുമ്പോൾ ജയിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ പരീക്ഷകളിൽ തോൽക്കാനിടയാകരുത്, പരീക്ഷകളിൽ ജയിക്കണം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. സ്വോത്രം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പ്രത്യേകത ദാറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായി ഏവർക്കും ഉള്ളതാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഏതെങ്കിലും ഒരു സെക്ലൂഡഡ് ഗ്രൂപ്പിന് വേണ്ടി ദൈവം മാറ്റിവെച്ചിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കണ്ടീഷണലാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ സോ പ്രീഷ്യസ് ആണ്. സ്വോത്രം. ഇതെല്ലാം നാം കേട്ട് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവ് വാഗ്ദത്തം ചെയ്ത സ്വത്രം ഒത്തിരി കാര്യങ്ങളുണ്ട്, ഭൗതികവും ആത്മീകവും. അബ്രഹാമിൻ്റെ അനുഗ്രഹം, അബ്രഹാമിനെ ഏകനായി വിളിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച ദൈവം, അതേ ഭൗതികവും ആത്മീകവും ഒരുമിച്ച് നൽകുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം തമ്പുരാൻ. ഒടുവിലായി നാം കേട്ടു, സ്തോത്രം, ഹല്ലേലൂയ, പ്രത്യാശയുടെ ഒരു വാഗ്ദത്തം നമുക്ക് ശേഷിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രത്യാശയിൽ കാത്തിരിക്കുന്ന ദൈവജനത്തിനു വേണ്ടി വാഗ്ദത്തം ചെയ്ത ഒരു ജീവകിരീടം, അത് പരീക്ഷ കൂടെ ജയിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷയിൽ തോറ്റുപോകുവാനല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതെല്ലാം മനുഷ്യനെ മാടി വിളിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ, നിർമ്മലതയോടെ ജീവിക്കുവാൻ തക്കവണ്ണം കഴിയട്ടെ. സ്തോത്രം. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്ക്, ഒരു പ്രതിഫലം ഉണ്ടാകും. നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. വളരെ പ്രത്യാശയോടെ, പ്രതീക്ഷയോടുകൂടെ, വളരെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ തക്കവണ്ണം ഈ പകൽക്കാലം ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. സ്തോത്രം. പാപത്തെ സ്നേഹിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. പാപം മനുഷ്യനെ ചതിക്കുകയും കൊല്ലുകയും ചെയ്യും. പാപത്തിന്റെ ശമ്പളം മരണമാണ്. സ്തോത്രം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പ്രിയമുള്ളവരെ, ഒരു നിത്യത, ഒരു സ്വസ്ഥത ദൈവജനത്തിന് ശേഷിച്ചിരിക്കുന്നു. അതും വാഗ്ദത്വമെന്നാണ് എബ്രായർ 4 നാം വായിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്വമാണ് ഒരു സ്വസ്ഥത. ദൈവജനത്തിന് ഒരു സ്വസ്ഥത ശേഷിച്ചിരിക്കുന്നു. അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെടുക. വളരെ ഭയത്തോടും വിറയലോടും വളരെ വിശുദ്ധിയോടും ജീവിക്കുവാൻ കൊണ്ട് ഈ നാളുകളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. ഇപ്രകാരം ഒരു സാഹചര്യം തന്ന ദൈവദാസനും മറ്റു പ്രിയപ്പെട്ട എല്ലാവർക്കുള്ള നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സ്തോത്രം. ആമേൻ. കേൾക്കപ്പെട്ട ദൈവദൂതന് മുൻപാകെ നമ്മെ തന്നെ ഒരു നിമിഷം കൂടെ സമർപ്പിക്കാം. ഹല്ലേലൂയ. വാക്കു പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്, അവനത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഈ രാത്രികാലം സ്തോത്രം, നാം കേൾക്കപ്പെട്ട ദൈവദൂതന് മുൻപാകെ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഹല്ലേലൂയ. വിലയേറിയ, അതിമഹത്തായ, ശ്രേഷ്ഠമായ വാഗ്ദത്തങ്ങൾ അത്രയും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. സ്തോത്രം. ആ വാഗ്ദത്തങ്ങൾ ഈ നാളുകളിൽ പ്രാപിക്കുവാൻ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മളെ മേൽ വെളിപ്പെടുവാൻ ഒരിക്കലും നമ്മെ കൈവിടാത്ത ദൈവം നമ്മോട് പറഞ്ഞ ഓരോ വാഗ്ദത്തങ്ങളും നിശ്ചയമായും പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും. ഒരു നിമിഷം കൂടെ കരങ്ങളെ അടിച്ച് ദൈവസ്ഥലിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, ആരാധിക്കാം. അടവൽ പൗഡ ജീഗസ് കംദല ഊടൽ പാല ഊടാബാവ. സഭയോട്, നമ്മോട്, നമ്മുടെ കുടുംബങ്ങളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഒന്നുപോലും മാറിപ്പോകയില്ല. നിശ്ചയമായും അത് പ്രാവർത്തികമാകുക തന്നെ ചെയ്യും. കർത്താവ് തന്റെ ദാസനെ ശക്തിയോട് ഉപയോഗിച്ചല്ലോ. പ്രിയ കർത്തൃദാസൻ അശ്രയ ജോസഫ് ഓർത്ത് പ്രാർത്ഥിക്കാം. ആയിരങ്ങൾ പ്രയോജനപ്പെടുവാൻ പ്രിയ കർത്തൃദാസനെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പോരാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വൈഡൽ പാലം ജൂഡൽ പൗഡബ റീകാദഗദ വൈഡാരാബ ശീകാരാബ ഹംദാരാബ ഊഡബാര ബൗഡാരാബ ജൂഡാബാര റീബാദാബ
ഈ രാത്രികാലം കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിപ്പാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയമായ ദൈവമേ, നല്ല കർത്താവേ, ഈ മനോഹരമായ രാത്രികാല വേളയ്ക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഞങ്ങളായിരുന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെയും അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ദൈവമായ കർത്താവേ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പകലും ഈ രാത്രിയിലും അങ്ങയുടെ വലിയൊരു ദാസനിലൂടെ ഞങ്ങളോട് കർത്താവ് സംസാരിച്ചല്ലോ. കേട്ടത് കർത്താവെ വൃതവാക്കി കളയാതെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ദൈവമേ. ആമേൻ. കർത്താവെ, ഇന്ന് ഈ ദിവസങ്ങളിൽ ദൈവികം ഇവിടെ കാണുവാൻ സ്വർഗം സഹായിക്കണമേ. ഈ നാളുകളിൽ വലിയൊരു ദൈവപ്രവൃത്തി കാണുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയായി ഞങ്ങൾക്കൊരു ശുഭയാത്ര കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളായി ഞങ്ങൾക്കൊരു ശുഭയാത്ര കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വ്യക്തിപരമായ ഒരു ശുഭയാത്ര കൽപ്പിപ്പാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. പൂർണ്ണമായി ഉപവസിക്കുന്നവർക്കായി, ഭാഗികമായി ഉപവസിക്കുന്നവർക്കായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവരും ശക്തീകരിക്കണമേ, എല്ലാവരും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വിലപ്പെട്ട അഭിഷിക്തന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവപ്രവൃത്തി അമ്മയെ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പകലും രാത്രിയും ഞങ്ങളുടെ മധ്യേ ശുശ്രൂഷിച്ച അങ്ങയുടെ വലിയേറിയ ഭക്തനെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പിന്നെയും ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ ശക്തിയോടെ കരങ്ങളെടുത്ത് ഉപയോഗിപ്പാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രി തലമണിക്ക് എല്ലാ ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നു. നാഥ, എല്ലാവരും ദൈവം കരം വെച്ച് അനുഗ്രഹിക്കണമേ. വലിയ വിടൽ പകർന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ദൈവത്തിന് വലിയ പ്രവൃത്തി കാണുവാൻ സ്വർഗം സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാളെ പകലും രാത്രിയുമുള്ള ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞായറാഴ്ചയുള്ള ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കരം വെച്ച് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷിക്കുന്ന ഭക്തന്മാരെ ശക്തിയോടെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. സന്തോഷത്തോടെ ഞങ്ങളെ മടക്കി അയക്കണമേ. യാത്രയെല്ലാം ദൈവകൃപ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് ക്രിസ്തു യേശുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. കർത്താവ്, നമ്മുടെ പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാം. നൽകിയ വചനത്തിനായി സ്തോത്രം ചെയ്യാം. പകർന്ന വിടുതലായി സ്തോത്രം ചെയ്യാം. പിന്നെ ദൈവം നടത്തുവാനായി സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇന്ന് പകൽക്കാലം രാത്രി ശുശ്രൂഷ കർത്തൃത്വത്തിന്റെ മേലും തലമുറയ്ക്ക് എല്ലാ ദൈവജനത്തിന് മേലും ഇപ്പോഴും എന്നേക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ രണ്ടാം വരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ,